للخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. صدق الله مولانا العلي العظيم. وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, ഇവരിലൊക്കെ ഒരുപാട് ആളുകൾ രോഗികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ. ദുആയിരക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഈയിടെയായി മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ 5 ഉലുൽ അസ്മിലെ സയ്യിദന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, അതായത് മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സംഭവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ മുഅ്ജിസത്തുകൾ കൊടുത്ത അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും. അതിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റേത്
പ്രവാചകന്മാരിൽ മുമ്പൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത അത്യപൂർവമായ ചില മുഅ്ജിസത്തുകളാണ്. അതിലാണ് ഉബ്രി ഉൽ അക്മഹ വൽ അബ്റസ വ ഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്. വെള്ളപ്പാണ്ട് രോഗവും കുഷ്ഠരോഗവും അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ എന്ന് ചോദിക്കുക മാത്രമേ വേണ്ടൂ, അപ്പോഴേക്കും ശിഫയാണ്. വ ഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്, മരിച്ചുപോയ ആളുകളോട് എഴുന്നേൽക്കുക അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ എന്ന് പറയുമ്പോഴേക്കും അവരെഴുന്നേൽക്കും. അത്രയും അത്ഭുതകരമായ മുഅ്ജിസത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ഉമ്മ മറിയം ബീവി ഏറ്റവും പ്രയാസകരമായ ചില ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന ഭാഗം അള്ളാഹു വിവരിക്കുകയുണ്ടായി. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. പ്രസവവേദന മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവവേദന ഒരു ഈത്തപ്പന ചുവട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. പ്രസവവേദന ആരംഭിച്ചപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് ഈത്തപ്പനയുടെ അരികത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഖാലത്, ബീവി പറയുകയാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയം മൻസിയാ. വ്യഭിചാര ആരോപണം നടത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനങ്ങ് മരിച്ചു പോവുകയോ എന്നെ ആളുകൾ മറന്നു കളയുകയോ ചെയ്യുന്നൊരവസ്ഥയിൽ ഞാൻ എത്തപ്പെട്ടിരുന്നെങ്കിൽ. മറിയം അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയാം. ഫീഹി ദലീലുൻ അലാ ജവാസി തമന്നിൽ മൗത്ത് ഇൻദൽ ഫിതൻ. ഫിത്നകളുണ്ടാകുന്ന സമയം, അതായത് നമ്മുടെ ദീനിൽ ഒരു പരീക്ഷണം, നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നിസ്കാരം അങ്ങ് ബാൻ ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരാചാരവും ചെയ്യാൻ പാടില്ല, സ്വകാര്യമായിട്ട് പോലും നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ഒരു കാലത്ത് ആ നിയമം വന്നു. ഒരുപാട് കാലം അവിടുത്തെ ജനങ്ങളത് സഹിച്ചു. ഒരുപാട് ആളുകൾ ജീവനൊടുങ്ങി, ഒരുപാട് ആളുകൾ ഷഹീദുകളായി. ഇന്ന് തിരിച്ചു വന്നു. പക്ഷെ അത്തരമൊരു സാഹചര്യം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ മരണം ആഗ്രഹിക്കൽ ജായിസാണ് എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷയായി മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നത്. മരണം, എനിക്ക് എന്നെ മരിപ്പിക്കണേ എന്ന് നമ്മൾ ഒരു അസുഖം വന്നാൽ അങ്ങനെ ചോദിച്ചുകൂടെന്നാണ്. ദീനിൽ വരുന്ന ഒരു ഫിത്നയാണ്. നമുക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അള്ളാഹു എന്നെ മരിപ്പിച്ചേക്കണേ എന്ന് ദ്വാരക്കാം. അപ്പോഴും ദ്വാ ചെയ്യേണ്ട വചനങ്ങൾ വളരെ മനോഹരമാണ്. അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വ അമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലീ. അങ്ങനെയാണ് അപ്പോഴും ദ്വാരക്കേണ്ടത്. ഒരാൾക്കൊരു ഫിത്ന വന്നാൽ, പരീക്ഷണം വന്നാൽ, ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നാൽ, അള്ളാഹുവിനോടുള്ള അനുസരണ നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ, നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും പ്രതികൂലമായി വരികയും നമുക്ക് ഒരു നിലക്കും മുഅ്മിനായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുവെ നീ മരിപ്പിച്ചേക്കണം എന്ന് ദ്വാരക്കാം. അല്ലെങ്കിൽ ദ്വാരക്കാൻ പാടില്ലെന്നാണ്. ഏത് അസുഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും നമ്മൾ ആ അസുഖത്തിലൂടെ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാനത് സഹിക്കാം എന്ന് പറഞ്ഞ് കടന്നു പോകണം എന്നാണ്. അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങളെങ്ങാനും ഒരു മുബറമായ ഖളാ ആയി, അള്ളാഹു ഒരിക്കലും മാറ്റുകയില്ല എന്ന തീരുമാനത്താൽ അള്ളാഹു മാറ്റം വരുത്താത്ത ഒരു തീരുമാനം നമ്മിൽ എടുക്കുകയാണെങ്കിൽ അള്ളാഹു ഇത് സഹിക്കാനുള്ള കരുത്തും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദുആ ഇരക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ. അള്ളാഹുവേ, എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ നീ എനിക്ക് ജീവൻ നിലനിർത്തി തരണമേ. വ അമിത്നി, എന്നെ മരിപ്പിക്കണമേ. മാ കാനൽ മമാതു ഖൈറൻ ലീ, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമേ. അങ്ങനെയാണ് ഒരു ഫിത്ന വരുന്ന സമയത്ത് ദുആ ഇരക്കേണ്ടത്. മറിയം ബീവിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണത്തിലാണ് മറിയം റളിയല്ലാഹു അൻഹ. നമ്മൾ അറിയണം, ജൂതന്മാരും ക്രിസ്ത്യാനികളും നിൽക്കുന്ന രണ്ട് മതവിഭാഗങ്ങൾക്കിടയിലെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത,
അള്ളാഹു നിങ്ങളെ മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമുദായമാണ് നമ്മൾ. നമ്മുടെ വിശ്വാസവും അങ്ങനെയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചാരത്തിൽ നിന്ന് ഗർഭം ചുമന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ജൂതന്മാർ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിസ് എ സൺ ബോൺ ഔട്ട് ഓഫ് വെഡ്ലോക്ക്, വിവാഹബന്ധമില്ലാതെ എന്ന് പറഞ്ഞ ജാരസന്തതിയായി ജനിച്ച ആളാണ് ഈസ നബി അലൈഹിസ്സലാം എന്ന് ജൂതന്മാർ ഒരു ഭാഗത്ത് അടിച്ചാക്ഷേപിക്കുകയും മറ്റൊരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ പിതാവില്ലാതെ ജന്മം കൊണ്ടതിൻ്റെ പേരിൽ പിതാവ് എന്നാൽ അള്ളാഹു ആകണം, ഒന്നുകിൽ ദൈവമാണ് അല്ലെങ്കിൽ ഈസ നബി പുത്രനാണ് എന്ന് അങ്ങേയറ്റം പൊക്കിപ്പറയുകയും ചെയ്ത അതിനിടയിലാണ് നമ്മളുള്ളത്. അള്ളാഹു അല്ല ഈസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പുത്രനുമല്ല, എന്നാൽ ജാരസന്തതിയുമല്ല, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനായ ഒരു മുർസലാണ്, അത്ഭുതകരമായ ജന്മം കൊണ്ട ഒരു അള്ളാഹുവിൻ്റെ നബിയാണ് നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. ഇതാണ് സത്യവിശ്വാസികളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ പറഞ്ഞ പോലെ മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ബുർദയിൽ നബി തങ്ങളുടെ മദ്ഹുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് നിങ്ങൾ ഹബീബായ നബി തങ്ങളെ ഒരുപാട് പുകഴ്ത്തിക്കോളൂ, പക്ഷേ പുകഴ്ത്തുമ്പോൾ ക്രിസ്ത്യാനികൾ ഈസ നബിയെപ്പറ്റി പറഞ്ഞ പോലെ പറഞ്ഞു പോവരുത്, അത് പറയാതിരിക്കുകയും എന്നാൽ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഹബീബിനെ പുകഴ്ത്തിക്കോളൂ. നസ്വാറാക്കൾ ക്രിസ്ത്യാനികൾ അവരുടെ നബിയായ ഈസ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത് അത് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാൻ്റെ പുത്രനാണെന്നോ പടച്ചോനാണെന്നോ അതൊന്നും പറയാൻ പാടില്ല, വിശ്വസിക്കാനും പാടുള്ളതല്ല. വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി, എന്നാൽ അത് പറയരുത്, ദിവ്യത്വം ആരോപിക്കരുത്. അള്ളാഹുവിൻ്റെ മാത്രമായ വിശേഷണമാണ് ഉലൂഹിയത്ത്. അതല്ലാത്ത എന്തെല്ലാം പുകഴ്ത്തലുകളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹും പൊരുത്തപ്പെടുന്ന അതെല്ലാം പറഞ്ഞേക്കണം എന്ന് ഇമാം ബുസ്വരി തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ ഒരു വ്യഭിചാര ആരോപണത്തിൽ വിഷമിക്കുകയാണ്. അത്രയും സാത്വികയായി ജീവിച്ച ഒരു മഹദിയെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് നൽകിയ കടുത്ത ഒരു പരീക്ഷണത്തിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും വ്യക്തമാവുക എന്നാണ്. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഒരു സങ്കീർണ ഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ അപ്പോഴാണ് ആരാണ് ക്ഷമിക്കുന്നവർ, ആരാണ് ഈമാനുള്ളവർ, ആരാണ് അടിയുറച്ചു നിൽക്കുന്നത് ഇതറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വേണം. അതുകൊണ്ടാണ് ഇത് അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ പരീക്ഷിക്കുന്നതാണ്. അവരെ പരീക്ഷിക്കും. സ്നേഹമുള്ളവരൊന്ന് നുള്ളി ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ അള്ളാഹു ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നതാണ്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പ്രവാചകന്മാരാണ് ഏറ്റവും നല്ല നന്മയുള്ളവർ. പിന്നെ അവരോടൊപ്പം എത്തുന്നവർ സിദ്ദീഖീങ്ങൾ, പിന്നെ അവരോടൊപ്പം എത്തുന്നവർ. അപ്പോൾ ഏറ്റവും നമ്മുടെ നന്മയും ജീവിതത്തിലെ വിശുദ്ധിയും വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കടഞ്ഞെടുക്കാൻ ശ്രമിക്കും, അല്ലേ? ഒരു സ്വർണം അത് കാച്ചിയെടുക്കുമ്പോഴാണ് അതിൻ്റെ സത്ത പുറത്തു വരുന്നത് എന്നതുപോലെ നമ്മൾ വെറും സുഖത്തിലായി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു നമ്മിലുള്ള നന്മയെ ഒരുപക്ഷെ പുറത്തു കാണിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ലിയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന വയഹ്ലിക മൻ യഹ്ലിക അൻ ബയ്യിന. ബദറിനെ സംബന്ധിച്ച് ബദർ യുദ്ധം നടന്നപ്പോൾ ആരാണ് സത്യവിശ്വാസികളായി നിലനിൽക്കുന്നത് എന്ന് വ്യക്തമായി കാണാൻ തന്നെയാണ് ബദർ യുദ്ധം ഉണ്ടാക്കിയത്. ആരാണ് കപടവിശ്വാസികളെന്ന് വ്യക്തമായി മനസ്സിലാവാൻ തന്നെയാണ് ബദർ യുദ്ധമുണ്ടായത്. ബദറിന് ശേഷം ജീവിക്കുന്നവർ സത്യവും അസത്യവും ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ജീവിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ബദറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാവാൻ വേണ്ടി എന്നല്ല അതിനർത്ഥം, നമുക്ക് മനസ്സിലാക്കി തരാൻ. അതിനാണ് ഈ പരീക്ഷണങ്ങൾ. മറിയം റളിയല്ലാഹു തആല അൻഹ
ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണാണ്. മഹദിക്ക് ആ ഒരു ഗർഭധാരണ സമയത്ത് മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടാക്കലും മഹദിയെ വിഷമിപ്പിക്കലും ആയപ്പോൾ മഹദി പറഞ്ഞു പോയ വാക്കാണത്, യാ ലൈച്ചനി മിച്ചു ഖബ്ല ഹാദാ വകുൻതു നസിയൻ മൻസിയ. അല്ലാഹുവേ ഞാൻ മറക്കപ്പെട്ടു പോകുന്ന, ആരാലും എന്നെ ഓർക്കാതെ, ആരും എന്നെ ഓർത്തെടുക്കാത്ത, ആരാലും സ്മരിക്കപ്പെടാതെ പോകുന്ന, എന്നും ആരും ഒരിക്കലും എന്നെ ഓർക്കാതെ കഴിയുന്ന ഒരു അറിയപ്പെടാത്തവളായി ഞാൻ മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഫനാദാഹ, അതാ വിളിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം, മിൻ തഹ്തിഹ, മറിയം ബീവിയുടെ താഴ്ഭാഗത്ത് നിന്ന്, അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. മറിയമേ, അല്ലാ തഹ്സനി, നിങ്ങൾ വിഷമിക്കരുത്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിങ്ങളുടെ താഴ്ഭാഗത്ത് ഒഴുകുന്ന ഒരു അരുവി അതാ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു, ശുദ്ധജലം കുടിക്കാൻ. ഇപ്പം ജനങ്ങളുമായി മറിയം ബീവി സ്ഥിരമായി താമസിച്ചിരുന്ന അവിടെ നിന്ന് മാറുകയാണ് ബൈത്തുലഹമിലേക്ക്. ആ താമസം മാറിയ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിക്ക് വേണ്ടി ഒരു അരുവി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, വെള്ളം കുടിക്കാൻ. ഇനി ഭക്ഷണം വേണം, അതാണ് വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല. മറിയമേ, ഈത്തപ്പനയുടെ ആ തടി, മരത്തിൻ്റെ തടി നിങ്ങൾ പിടിച്ചു കുലുക്കുക. തുസാഖിതു അലൈകി റുതബൻ ജനിയ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മധുരമുള്ള വളരെ പാകമെത്തിയ ഫ്രഷായ ഈത്തപ്പഴം ആ ഈത്തപ്പനയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് വീഴ്ത്തിത്തരും. ആ മരം നിങ്ങൾക്ക് വീഴ്ത്തിത്തരും. അതായത് നിങ്ങൾ പിടിച്ചു കുലുക്കുക, അള്ളാഹു നിങ്ങൾക്ക് ഈത്തപ്പഴം നൽകും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുനാ ബിൽ അഖ്ദി ബിൽ അസ്ബാബ്, അസ്ബാബുകൾ സ്വീകരിക്കാൻ അള്ളാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഏതൊരു കാര്യം എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദീൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിന് വരണമെങ്കിൽ നമ്മുടെ കുറേ സമയവും കുറേ വിശ്രമവും കുറേ ജോലി തിരക്കൊക്കെ മാറ്റിവെക്കണം. അത് മാറ്റിവെച്ചാലും നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ വന്നാൽ അള്ളാഹു നമുക്ക് ഇൽമ് തരും. അപ്പോൾ നമ്മളൊരു സബബ്, ഒരു കാരണമുണ്ടാക്കുമ്പോഴാണ് അള്ളാഹു കാര്യം നടത്തി തരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മുസബ്ബിബുൽ അസ്ബാബ്, അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. കാരണങ്ങളിലൂടെ കാര്യമുണ്ടാക്കി തരുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് റബ്ബ്. എന്നാൽ കാരണമുണ്ടായതിൻ്റെ പേരിൽ കാര്യമുണ്ടാവണമെന്ന് നിർബന്ധമല്ല. കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ കുട്ടി ഉണ്ടാവണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ ഖളാ എന്ന് വേണം. കാരണമോടെ യോജിച്ച്, പക്ഷേ കാര്യം അള്ളാഹുവിൻ്റെ മശീഅത്ത് വേണം. പക്ഷേ നമ്മളോട് കാരണം അള്ളാഹു ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ മറിയമേ, നിങ്ങളൊന്ന് പിടിച്ച് കുലുക്കണം. ഒരു ഈത്തപ്പന, ഒരു പെണ്ണ് കുലുക്കിയ കുലുങ്ങുന്ന സാധനമല്ല ഈത്തപ്പന. അത്രയും ശക്തമായൊരു മരമാണത്. അങ്ങനെ പിടിച്ച് ഒരു കവുങ്ങൊക്കെ കുലുക്കുന്ന പോലെയൊന്നും മരം ആടുകയുമില്ല. പക്ഷേ മറിയം ബീവിയെ കൊണ്ട് ശാരീരികമായ ഒരു ഫിസിക്കൽ എക്സസൈസ് അള്ളാഹു ചെയ്യിപ്പിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പ്രസവമൊക്കെ എടുക്കുന്ന സമയത്ത് പെണ്ണുങ്ങളോട് ഡോക്ടേഴ്സ് പറയില്ലേ, നടക്കണം, കുറച്ച് എന്ത് ചെയ്യണം, ശരീരമൊക്കെ ഒന്ന് ഇളകണം, പുറത്തിറങ്ങി നടക്കണം, ശരീരം ഒന്ന് അയവ് വരണം, സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങണം എന്നൊക്കെ ശരീരത്തെ ആ പ്രസവത്തിന് വേണ്ടി പാകപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ആ ഈത്തപ്പന പോയി കുലുക്കണം. അവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ ഈത്തപ്പനയുടെ അരികത്തേക്ക് സമീപിക്കുമ്പോൾ നമ്മൾ അറിയണം, ഖാന ജിദ്ഉൻ നഖ്ലി യാബിസ, അത് കായ്ക്കാത്ത ഒരു മരമായിരുന്നു. കാരണം ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ലിഅന്ന മീലാദഹു കാന ഫി സമനി ശിത, ഇബ്നു കസീർ തങ്ങൾ പറയുന്നതനുസരിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് തണുപ്പ് കാലത്ത് തന്നെയാണ്. ഉലൈസ ദാലിക വഖ്ത സമർ, അതാണെങ്കിലോ ഈത്തപ്പന കായ്ക്കുന്ന കാലമല്ല. ഈത്തപ്പഴം കായ്ക്കണമെങ്കിൽ ഉണ്ടാവേണമെങ്കിൽ ചൂടുകാലമാവണം. പക്ഷേ തണുപ്പ് കാലത്താണ് സംഭവം. അന്ന് ഈത്തപ്പഴമില്ല. എന്നാൽ മറിയമേ, നിങ്ങളത് കുലുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തരാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് ഒരു കാരണം, ഒരു സബബ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ പിന്നെയാണ് മറിയം ബീവിക്ക് അള്ളാഹു ഈത്തപ്പഴം കൊടുത്തത്. അപ്പോൾ കുടിക്കാനുമുള്ള വകയായി. അതാണ് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്, ഫകുലി വഷ്റബി വഖർരി ഐന.
فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. മറിയമേ, നിങ്ങൾ തിന്നോളൂ. കുലി വഷ്റബി, നിങ്ങൾ കുടിച്ചോളൂ. വഖർരി ഐന, നിങ്ങൾ കണ്ണഞ്ചുകയും സന്തോഷിക്കുകയും ചെയ്തോളൂ. പേടിക്കണ്ട, സന്തോഷിച്ചോളൂ. ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞ് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണെങ്കിൽ ഫഖൂലി, അവരോട് പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ അല്ലാഹുവിന് മൗനവ്രതം നേർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറയണം. മൗനവ്രതം ഞാൻ നേർച്ച ചെയ്തിരിക്കുന്നു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, അതുകൊണ്ട് ഒരു മനുഷ്യനോടും ഞാൻ ഇന്ന് സംസാരിക്കുകയില്ല എന്ന് മറിയമേ ആംഗ്യ ഭാഷയിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അന്നത്തെ നോമ്പിൻ്റെ കൂട്ടത്തിൽ മൗനവ്രതവുമുണ്ടായി. നമുക്ക് നോമ്പെന്ന് പറയുന്നത് ഭക്ഷണം, അന്നപാനീയങ്ങൾ, മറ്റു ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലം നോമ്പോടുകൂടെ തന്നെ മൗനവും നോമ്പിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് നോമ്പെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഫലൻ ഉഖല്ലിമ, ഞാൻ സംസാരിക്കൂല. അപ്പം ആ നോമ്പിൻ്റെ അർത്ഥം മൗനവ്രതമാണ്. അങ്ങനെ ഒരു വ്രതം അവർക്കുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാരണമില്ലാതെ വെറുതെ ഒരാൾ പകലന്തിയോളം മിണ്ടാതിരിക്കാൻ പാടില്ലെന്നാണ്. യുക്റഹു, അത് കറാഹത്ത്. എന്ത് ചോദിച്ചാലും മിണ്ടൂല. ഞാൻ ഇന്ന് വർത്താനം പറയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന്. പക്ഷെ അവർക്കങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ നോമ്പിൻ്റെ ഭാഗമായിട്ട് മൗനവ്രതം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയം ബീവിയോട് അല്ലാഹു തആല, മറിയമേ, നിങ്ങൾ പ്രസവിക്കാനിരിക്കുകയാണ്, പലരും വന്ന് പലതും ചോദിക്കും, ഒന്നും മറുപടി പറയണ്ട, ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ മതി. അതാണ് അള്ളാഹു മറിയം ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ബീവിക്ക് കുടിക്കാനൊരു വെള്ളം, ഒരു അരുവി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അള്ളാഹു ഒരുപാട് മഹത്തുക്കൾക്ക് അങ്ങനെ പരിശുദ്ധമായ അരുവികൾ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുളിക്കാൻ വേണ്ടി അവിടെ അള്ളാഹു അരുവി ഉണ്ടാക്കി കൊടുത്തു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്, വേറെയും അമ്പിയാക്കൾക്ക്, അള്ളാഹുവിൻ്റെ ഒരുപാട് ഔലിയാക്കൾക്ക് മൊറോക്കോയിൽ കാര്യമായ ഒരു വലിയൊരു വലിയൻ്റെ ഒരു സ്ഥാനമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നത്. അദ്ദേഹത്തിൻ്റെ മഖാമിൻ്റെ അരികത്തൊരു പരിശുദ്ധമായൊരു അരുവിയുണ്ട്. വളരെ ഗവൺമെൻറ് തന്നെ സംരക്ഷിക്കുന്ന, ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ശിഫ കിട്ടുന്ന ഒരു പരിശുദ്ധമായ ഒരു വെള്ളം അവിടെയുണ്ട് അല്ലേ. സംസം, നമുക്ക് മക്കയിൽ സംസം എന്ന പരിശുദ്ധമായ ജലം അള്ളാഹു പ്രത്യേകമായി ഹാജർ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും കൊടുത്ത വെള്ളം. അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇൻസ്റ്റൻ്റ്ലി അവിടെ അങ്ങനെ തന്നെ വളരെ പെട്ടെന്ന്, മുമ്പൊരു അരുവി ഉണ്ടായതല്ല, ഒരു ജലാശയത്തിൽ നിന്ന് വരുന്ന അതിൻ്റെ കൈത്തോടല്ല, അവിടെ വെച്ച് അള്ളാഹു തആല ജലമുണ്ടാക്കി കൊടുക്കുന്ന സംവിധാനം. അള്ളാഹുവേ, ഫകുലി, തിന്നോളൂ മറിയമേ, വഷ്റബി, കുടിച്ചോളൂ, വഖർരി ഐന. ചില ആളുകളൊക്കെ, പണ്ഡിതന്മാരൊക്കെ, ചില ആളുകളൊക്കെ സംശയം ചോദിക്കൂലേ, ഭക്ഷണമാണോ ആദ്യം കഴിക്കേണ്ടത്, അല്ല വെള്ളം കുടിക്കുകയാണോ വേണ്ടത്? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത്ര സംശയം ചോദിക്കാറില്ല. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എന്തൊക്കെയാണ് സംശയം? സുബ്ഹാനല്ലാഹ്. ഏതാ ഉത്തമം, ഏതാണ് അഫ്ളൽ, ഏതാണ് കറാഹത്ത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഫകുലി വഷ്റബി. അപ്പോൾ ഖുർആനികമായ ഒരു അധ്യാപനം എന്ന നിലക്ക് കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന അള്ളാഹുവിൻ്റെ പ്രയോഗം ആഹരിച്ചതിൻ്റെ ശേഷമാണ്. അതും വഷ്റബി അല്ലേ, കുലു വഷ്റബു, തിന്ന് അപ്പം തന്നെ വെള്ളം കുടിക്കരുതെന്ന ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും 45 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിൽ ആഹരിക്കലാണ് ആദ്യം, പിന്നെയാണ് വെള്ളം കുടിക്കൽ എന്ന രീതിയിലാണ് അള്ളാഹു ആ വിഷയം പറഞ്ഞു കൊടുത്തൊക്കെ ഉള്ളത്. അള്ളാഹു ആലം. ആദ്യം തിന്നുക എന്ന് പറയാം, പിന്നെയാണ് കുടിക്കുക എന്ന് പറയാം. വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആഹരിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുടിച്ചതിന് ശേഷമേ ഭക്ഷിക്കാവൂ എന്നും പറയാറുണ്ട്. ഏതായിരുന്നാലും അത് അതിൻ്റെ എക്സ്പേർട്ടുകളായ ആളുകൾ പറയട്ടെ. കുലി വഷ്റബി, അള്ളാഹു തആല പറയുന്നു, മറിയമേ, നിങ്ങൾ തിന്നുകയും വഷ്റബി, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. നിങ്ങൾക്കിതാ വെള്ളം, നിങ്ങൾ കഴിക്കാനിതാ ഈത്തപ്പഴം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അക്രിമു അമ്മതകും അന്നഖല, നിങ്ങളുടെ അമ്മായിയാണ് ഈത്തപ്പന, നിങ്ങളതിനെ ബഹുമാനിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രിമു അമ്മതകും അന്നഖല,
ചെടിയോട് ഒരു മനുഷ്യന് സമാനമായ ഒരു പ്രയോഗം നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അമ്മച്ചക്കും, ഇത് നിങ്ങളുടെ അമ്മായിയാണ്, നിങ്ങളതിനെ ബഹുമാനിച്ചേക്കണം. ഈത്തപ്പനക്ക് പോയി വണ്ടി കുത്തിക്കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കേണ്ടി വരും അല്ലേ? അത് അമ്മായി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു ഗ്രീനറി നശിപ്പിക്കുക എന്നുള്ളൊരു വിഷയം കൂടുതലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാനെടുത്ത മണ്ണിൻ്റെ ഒരംശം കൊണ്ടാണ് ഈത്തപ്പന സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെ ആ ഹദീസിൻ്റെ അതിനെ സംബന്ധിച്ച് ദഈഫാണെന്നൊക്കെ പറയാറുണ്ട്. ഏതായിരുന്നാലും ഈത്തപ്പനയെ ബഹുമാനിക്കണമെന്ന് നബി തങ്ങൾ പറയാറുണ്ട്. അത്ഇമൂ നിസാഅകുമുൽ വുല്ലദ് അർറുതബ്, നിങ്ങളിൽ പ്രസവിക്കാറായ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഈത്തപ്പഴം കൊടുക്കണം തിന്നാൻ. ഫഇല്ലം യകുൻ റുതബുൻ ഫതംറുൻ, ഈത്തപ്പഴമില്ലെങ്കിൽ കാരക്ക കൊടുക്കണം. ഈത്തപ്പഴം ഉണങ്ങിയതാണ് നമ്മൾ കാരക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭിണികളായവർക്കും പ്രസവം കഴിഞ്ഞവർക്കും നിഫസ ഹദീസിൽ കാണാൻ കഴിയും. ലൈസ ഷൈഉൻ, അംറു ഇബ്നു മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജസരി റഹ്മഹുല്ലാ, ഹിജ്റ 145 വഫാത്തായ പ്രഗൽഭനായ പണ്ഡിതനാണ്. ലൈസ ഷൈഉൻ അജ്വദ് ലിൻനിഫസാഇ മിനത് തംരി വറുതബി, ഒരു പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണിന് ഈത്തപ്പഴത്തോളം അല്ലെങ്കിൽ കാരക്കയോളം മുന്തിയ ഒരു സാധനവുമില്ല എന്ന് പറയുകയും മഹാനായ അംറു ഇബ്നു മൈമൂൻ റഹ്മഹുല്ലാ ഈ ആയത്ത് ഓതുകയും ചെയ്തു. ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. അപ്പോൾ ഗർഭിണികളായ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈത്തപ്പഴം കഴിക്കുന്നതിന് വിരോധമില്ല എന്ന്. അത്ഇമൂ നിസാഅകും അൽ വുല്ലദ് അർറുതബ് ഫഇൻ ലം യകുൻ റുതബൻ ഫതംർ വലൈസ മിന അശ്ശജരി ശജറ അക്റമു അലല്ലാഹി മിൻ ശജറത്തിൻ നസലത തഹ്തഹാ മറിയം ബിൻതു ഇമ്രാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ച മരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മരം മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബിൻതു ഇമ്രാൻ ഏതൊരു മരത്തിൻ്റെ താഴെയാണോ വിശ്രമിക്കാനിരുന്നത് ആ മരത്തേക്കാളും ശ്രേഷ്ഠതയുള്ള മറ്റൊരു മരമില്ല. അത് ഈത്തപ്പനയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗർഭിണികളായ പെണ്ണുങ്ങൾ, പ്രസവിച്ചവരായ പെണ്ണുങ്ങൾ, അവർ തീർച്ചയായും ഈത്തപ്പഴം കഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. ദേഷ്യപ്പെടുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് ഗളബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൺട്രോൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഇദാ ഗളിബ സകത വ ഇദാ സകത അത്റഖ റഅസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ തങ്ങൾ മിണ്ടാതിരിക്കുകയും ഭൂമിയിലേക്ക്, നിലത്തേക്ക് നബി തങ്ങൾ നോക്കുകയും ചെയ്യും. അതാണ് നബി തങ്ങളുടെ രീതി. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായും മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു തആല മറിയമേ നിങ്ങൾ ഒരു മറുപടിയും അവർക്ക് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, നമ്മൾ ആ ഒരു സ്ഥാനത്താണെന്ന് വിചാരിക്കുക. നമ്മൾ നിരപരാധിയായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വലിയൊരു ആരോപണം നമ്മുടെ തലയിലേക്ക് വരുന്നു. അത് വലിയ പണിയൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ഒരങ്ങനെ ആരോപണം വന്നു, നമ്മൾ അതിന് മറുപടി പറയാൻ നിന്നാൽ അത് ചെവിക്കൊള്ളാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. മിണ്ടാതിരിക്കലാണ് അവിടെ ഉത്തമം. നമ്മൾ ഒരുപക്ഷെ മറുപടി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ദേഷ്യവും നമ്മുടെ ഒരു വികാരവും നമ്മുടെ ഒരു പകരം വീട്ടലും അതൊക്കെ നമ്മുടെ വർത്തമാനത്തിൽ വന്നുപോകും. അതിനാണ് മിണ്ടേണ്ട മറിയമേ മറുപടി കൊടുക്കണ്ട എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഭാഗം നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം, നമ്മൾ സുരക്ഷിതമാക്കണം. എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത് വിധി പറയരുതെന്ന്. എത്രത്തോളം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഇവരൊക്കെ ഖലീഫമാരായിരുന്ന കാലത്ത് അവർക്ക് വിധി പറയേണ്ട ഒരു ചില കേസുകൾ വന്നാൽ ദേഷ്യം പിടിപ്പിക്കുന്ന ജാതി വിഷയങ്ങൾ വരും. അത്രയും ജഡ്ജിക്ക് പോലും ദേഷ്യം വരും. അന്ന് ഖലീഫമാരാണ് വിധി പറയാൻ. അങ്ങനെ വിധി പറയാനിരിക്കുന്ന നേരം ഉമർ തങ്ങൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, അല്ല അമീറുൽ മുഅ്മിനീൻ വിധി പറയേണ്ട നേരങ്ങൾ എന്തേ ഇറങ്ങിപ്പോയത്? ഞാനിപ്പോൾ വിധി പറയൂല, ഞാനിപ്പോൾ വിധി പറഞ്ഞാൽ ഞാൻ എൻ്റെ ദേഷ്യം കൂടെ കലർത്തിയിട്ടായിരിക്കും എൻ്റെ വിധി വരിക, അതുകൊണ്ട് ഞാനിപ്പോൾ പറയൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായ നമ്മുടെ വികാരവും നമ്മുടെ ദേഷ്യവും പ്രകടിതമാകുമോ എന്ന ഭയമുള്ള സ്ഥലങ്ങളിൽ വസ്സുംതു ഖൈർ, മിണ്ടാതിരിക്കലാണ് നല്ലത്. മൻ സമത നജ, ആരാണോ മിണ്ടാതിരിക്കുന്നത് അവർ രക്ഷപ്പെട്ടു എന്ന പരിശുദ്ധമായ ഹദീസ് വളരെ മനോഹരമാണ്. മൻ സമത നജ,
നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, ഈ അടിപിടി കേസുകൾ, കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ, ഒരുപക്ഷെ നമ്മളൊന്നും മിണ്ടാതിരുന്നെങ്കിൽ ആ പറഞ്ഞു പോയത് പിന്നെ നമുക്ക് പിന്നീട് വലിയ സങ്കടമാവും. വേണ്ടില്ലായിരുന്നു, എന്തിനാ ഞാനത് പറഞ്ഞത്. നേരെ മറിച്ച് നമ്മൾ മിണ്ടാതിരുന്നു, അതിനെപ്പറ്റി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. മിണ്ടാതിരുന്നു, ചിലപ്പോൾ പറയും നീയൊക്കെ ആൺകുട്ടിയാണോടോ, 2 വാക്ക് തിരിച്ച് പറയേണ്ടതല്ലേ എന്നൊക്കെ, അങ്ങനെയൊക്കെ നമ്മൾ മൂച്ചിമ്മ കയറ്റിയേക്കും. എന്നാലും കയറരുത്, എന്ത് ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക. മനസ്വമത്തനജ, മിണ്ടാതിരിക്കുന്നവർ രക്ഷപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയമേ, നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്, ന്യായമുണ്ട്, നിങ്ങൾക്ക് പ്രതിരോധിക്കാം, നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾക്ക് തെളിയിക്കാം. പക്ഷെ എന്നാലും കുത്തുവാക്ക് പറയുന്ന ആളുകൾ വളരെ മനസ്സ് വേദനിക്കുന്ന വാക്കുകളായിരിക്കും പറയാം. നിങ്ങൾ മറുപടിയൊന്നും പറയണ്ട. فإما ترين من البشر أحدا فقولي, മറിയമേ, നിങ്ങളോട് മനുഷ്യരിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫഖൂലി, നിങ്ങൾ അവരോട് പറഞ്ഞേക്കണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, കാരുണ്യവാനായ അള്ളാഹുവിന് വേണ്ടി ഞാൻ വ്രതമെടുത്തിരിക്കുന്നു, മൗനവ്രതം. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ, ഞാൻ ഇന്ന് ഒരു മനുഷ്യരോടും സംസാരിക്കില്ല എന്ന് മറിയമേ നിങ്ങൾ ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. മറിയം റളിയല്ലാഹു തആല അൻഹ മിണ്ടിയില്ല, അവർക്ക് മറുപടി കൊടുത്തില്ല. മറിയം റളിയല്ലാഹു അൻഹ ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുകയാണ്. ഒരു പേറ്റ് നോവെടുക്കാൻ ആളില്ല. നമ്മൾ അറിയണം, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്കാണ്, സ്വന്തം കുടുംബം പോലും കൂടെയില്ല. ഒറ്റക്കൊരു പെൺകുട്ടി, പ്രസവവേദനയും ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ടായിട്ട് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു തആല സൽകീർത്തി നൽകിയ ഒരു നല്ല മഹാനാണ് തൻ്റെ വയറ്റിലിരിക്കുന്നത് എന്ന ഒരൊറ്റ സമാധാനത്തിൽ മറിയം റളിയല്ലാഹു അൻഹ ഒറ്റക്കാണ്. ആ ഗർഭത്തിൻ്റെ വിഷമങ്ങൾ, പ്രസവത്തിൻ്റെ വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്നത് ആരും കൂടല്ല. ഫഅതത് ബിഹി ഖൗമഹാ, ആ കുഞ്ഞിനെയും കൊണ്ട് മറിയം ബീവി തൻ്റെ നാട്ടുകാരിലേക്ക് തിരിച്ചു വന്നു. തഹ്മിലുഹു, ആ കുഞ്ഞിനെയും വഹിച്ചു കൊണ്ടുവന്നു. ഖാലൂ, അവർ പറഞ്ഞു, യാ മറിയമു, മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, വളരെ മോശമായൊരു പണിയാണല്ലോ മറിയമേ നിങ്ങൾ ചെയ്തത്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിൻ്റെ പെങ്ങളെ, മാകാന അബൂകിം റഅസൗഇൻ, നിങ്ങളുടെ പിതാവ് മോശം പ്രവർത്തനം ചെയ്യുന്നവരല്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, നിങ്ങളുടെ ഉമ്മ ഹന്ന ബീവിയാണെങ്കിലോ വ്യഭിചരിക്കുന്നവരുമായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മഹാനായ ഒരു ഹാറൂൻ എന്ന മഹാന്റെ കുടുംബത്തിൽ വരുന്ന മറിയമേ നിങ്ങൾ എന്താണിത് ചെയ്തത് എന്ന് അവരെല്ലാം മറിയം ബീവിയോട് ചോദിക്കുന്നു. യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, ഇത് അതീവ ഗുരുതരമായൊരു സംഭവമാണല്ലോ. പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ കുഞ്ഞിനെയും കൊണ്ട് മറിയം റളിയല്ലാഹു അൻഹ നാട്ടുകാരുടെ മുമ്പിലേക്ക് വരുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ചെറുക്കൻ എന്തെങ്കിലും ഒരു വേണ്ടാത്തത് ചെയ്തു, പറയില്ല, ഓ അവൻ്റെ വല്യപ്പൊക്കെ എത്ര നല്ല മനുഷ്യനായിരുന്നു, അവൻ്റെ വല്യപ്പ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ 40 മുക്രിക്കായിരുന്നു, ഇമാമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വല്യപ്പൻ്റെ കഥയൊക്കെ ഓർത്തെടുക്കും, കുടുംബ ബന്ധങ്ങളെ ബന്ധിപ്പിക്കും ഏതൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിലും. മറിയം ബീവിയുടെ ഈ വിഷയത്തെപ്പോൾ അവരുടെ നാട്ടിൽ അവരുടെ കുടുംബ പരമ്പരയിൽ കഴിഞ്ഞു പോയ ഹാറൂൻ, ഇത് ആരല്ല, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം അല്ല കേട്ടോ, അങ്ങനെയല്ല. മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ 3000-ഓളം കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട്. ആ ഹാറൂൻ നബി അല്ല ഇത്. അവരുടെ കുടുംബത്തിൽ, മറിയം ബീവിയുടെ കുടുംബത്തിൽ ഹാറൂൻ എന്ന് പറയും. കാരണം ഒരുപാട് ഹാറൂന്മാരുണ്ട് എന്നാണ്. ഹാറൂൻ എന്ന് ഒരുപാട് അവർ പേര് വെച്ചിരുന്ന കാലമാണ്. ഹാറൂൻ എന്ന പേര് എവിടെയോ ഒരു 40,000 ഒരു ജനാസയിൽ പങ്കെടുത്ത സമയത്ത് 40,000-ഓളം ഹാറൂൻ ക്രിസ്ത്യാനികളുടെ അന്നത്തെ ഏതോ ഒരു മഹാൻ മരിച്ച സമയത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ അതിൽ 4,000-ഓളം 40,000-ഓളം ഹാറൂന്മാരുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. 40,000 ഹാറൂൻ. അപ്പം നമ്മൾ നബി സല്ലല്ലാഹു ഞങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് നമ്മൾ ഒരുപാട് വെക്കുന്ന പോലെ അവർ ഹാറൂൻ എന്ന പേര് ധാരാളം ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന പേരാണ്. ഹാറൂൻ എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് ആർക്കെങ്കിലും അറിയോ?
ആരോൻ എന്നാണ് അവർ അതേ പറയാം. ആരോൻ. ഇപ്പോഴും കാണാം, നമ്മളെ സ്കൂളിലൊക്കെ കാണാം കുട്ടിയുടെ പേര്. അവർ മതമില്ലാത്തവരാവും, ചിലപ്പോൾ ക്രിസ്ത്യാനികളാവും, പല ജാതികളാവും. പക്ഷെ എന്നാലും ആരോൻ എന്ന് പറഞ്ഞത് ഹാറൂൻ എന്നാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഹാറൂൻ നബിയുടെ പേരാണ് ആരോൻ. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു സഹോദരനായതിൻ്റെ പേരിലാണ് ആ പേര് അത്രയും പ്രസിദ്ധമാവുന്നത്. പക്ഷെ മറിയം ബീവിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. മറിയം ബീവിക്ക് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ ഒരു മഹാനായിരുന്നു ഹാറൂൻ എന്നാണ് ഇതിലെ പ്രബലമായ അഭിപ്രായം. മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നജറാനിലേക്ക് നബി തങ്ങൾ അവരെ പറഞ്ഞയച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. നജറാൻ സൗദി അറേബ്യയുടെ യമനിൻ്റെ ഭാഗമായി കിടക്കുന്ന ഭാഗമാണ്. നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ഥലമാണ് നജറാൻ. അവിടേക്ക് നബി തങ്ങൾ, നജറാൻ ക്രിസ്ത്യാനികളുള്ള സ്ഥലമായിരുന്നു. നജറാൻ എന്ന് നിവേദക സംഘം വന്നു എന്നൊക്കെ നമ്മൾ കിതാബിലൊക്കെ വായിച്ചു പോയി. മാഷാ അല്ലാഹ്, ഇപ്പോൾ നമ്മളെ നാട്ടുകാരൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ. നജറാനിലാണ്, അബഹയിലാണ് എന്നൊക്കെ പറയില്ലേ, നജറാൻ. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ബഅഥനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ നജറാൻ ഫഖാലു. അവിടുത്തെ ക്രിസ്ത്യാനികൾ, അവിടെ നജറാനിൽ ക്രിസ്ത്യാനികളായിരുന്നു. അവർ മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അറഅയ്ത മാ തഖറഊൻ മുഗീറത്ത് ബിൻ ശുഅബ, നിങ്ങൾ ഓതുന്ന ഖുർആനിൽ നിങ്ങൾ കാണുന്നുണ്ടോ യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിൻ്റെ സഹോദരിയെ എന്ന് പറയണില്ലേ. വമൂസ ഖബ്ല ഈസ ബിഖദ വഖദ, മൂസ നബിയും ഈസ നബി അലൈഹിസ്സലാമും തമ്മിൽ എത്രയോ വർഷങ്ങളുടെ വ്യത്യാസമല്ലേ. അപ്പം എന്താ നിങ്ങളുടെ ഖുർആനിൽ ഇങ്ങനെ പറയുന്നത്? അത് തെറ്റല്ലേ? കാരണം ചരിത്രപരമായി അത് തെറ്റാണെന്നല്ലേ വരിക. ഹാറൂൻ നബിയുടെ കാലമല്ലല്ലോ മറിയം ബീവിയുടെ കാലം, നിങ്ങളുടെ ഖുർആനിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മുഗീറ റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല, ഞാൻ എൻ്റെ റസൂലിനോട് ചോദിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചോദിച്ചിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബിൻ്റെ അടുത്തേക്ക് വന്നു. ഫറഹ്തു ഫദകർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ഖുർആനിൽ യാ ഉഖ്ത ഹാറൂൻ, ഹാറൂൻ്റെ പെങ്ങളെ എന്ന് മറിയം ബീവിയെ പറ്റി പറഞ്ഞു. ഹാറൂൻ എന്നൊരു പെങ്ങൾ മറിയം ബീവിക്കുണ്ടാവണമെങ്കിൽ അത് മൂസ നബിയുടെ സഹോദരനായ ജ്യേഷ്ഠനായ ഹാറൂൻ എന്നവരല്ലേ. രണ്ടുപേരും കാലവ്യത്യാസം ഒരുപാടുണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അബദ്ധം നിങ്ങളുടെ കിതാബിൽ വന്നത് എന്ന് എന്നോട് ചോദിച്ചു നബിയെ. മറുപടി എനിക്കറിഞ്ഞില്ല. അപ്പോഴാണ് നബി തങ്ങൾ മറുപടി കൊടുക്കുന്നത്, അലാ അഖ്ബർതഹും, മുഗീറത്ത് ബിൻ ശുഅബ നിങ്ങൾക്ക് അവരോട് പറയുമായിരുന്നില്ലേ, അന്നഹും കാനൂ യുസമ്മൂന ബിൽ അംബിയാഇ വസ്സാലിഹീന ഖബ്ലഹും, ആ സമുദായക്കാർ അവരിൽ അമ്പിയാക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും പേര് വെക്കുന്ന ആളുകളാണ്. അങ്ങനെ പേര് വെച്ചതാണിത്. സജ്ജനങ്ങളായ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും പേര് പിൻഗാമികൾ വെക്കാറുണ്ട്. അങ്ങനെ വന്നതാണ് അത്. ഹാറൂൻ നബിയല്ല, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂനല്ല. ആ പേരുള്ള സജ്ജനങ്ങളുടെ പേര് വെക്കുമായിരുന്ന ഒരു സമൂഹത്തിൽ അതേ പേരുള്ള ഒരു സ്വാലിഹായ മനുഷ്യനാണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് സംഭവം. എന്തല്ല, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമല്ല. അലാ അഖ്ബർതഹും അന്നഹും കാനൂ യത്തസിമൂന ബിഅസ്മാഇ സ്വാലിഹീഹിം വഅംബിയാഇഹിം, അംബിയാക്കളുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു കുട്ടിക്ക് പേരിട്ടത് ഇബ്രാഹിം എന്നാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന നബി തങ്ങളുടെ വല്യപ്പയെ ഓർമ്മിക്കാൻ. അതുകൊണ്ട് ഈ ഹാറൂൻ മൂസ നബിയുടെ കാലത്ത് ഹാറൂൻ നബിയല്ല. മൂസ നബിക്ക് മറിയം എന്നൊരു സഹോദരിയുണ്ട്. അതാണ് അത്ഭുതം. മൂസ നബിയുടെ സഹോദരിയുടെ പേര് ഹാറൂൻ എന്നാണ്. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പയുടെ പേരെന്താ? ഇമ്രാൻ. മൂസ ബിൻ ഇമ്രാൻ. ഇമ്രാൻ ഖുർആൻ തന്നെ ഉപയോഗിച്ച പേരാണ്, മൂസ ബിൻ ഇമ്രാൻ. മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയുടെ പേര് ലൂഹ എന്നായിരുന്നു. ലൂഹ. മൂസ നബിക്ക് മറിയം എന്നൊരു പെങ്ങളുണ്ട്. കുഞ്ഞിനെ മുതിർന്ന പെങ്ങളാണ്. കുഞ്ഞായ മൂസ നബി അലൈഹി സ്വലാമിനെ ആ ഒരു വുഡൻ ചെസ്റ്റ്, ചെറിയ പെട്ടിയിലാക്കി മൂസ നബി അലൈഹി സ്വലാമിനെ നൈൽ നദിയിലേക്ക് ഒഴുക്കിയപ്പോൾ, മറിയമേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കരയിലൂടെ ഒന്ന് പോയി നോക്കണം കേട്ടോ, നമ്മുടെ കുഞ്ഞ് എവിടെ എത്തുന്നുണ്ട്. അങ്ങനെ മറിയമാണ് കണ്ടുപിടിച്ചത്. ഓ, കുഞ്ഞിനെ ഫറോവ എടുത്തിട്ടുണ്ട്, ഫറോവയുടെ ആളുകൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടുമ്മാ.
എന്ന് ഈ മറിയമാണ് ഉമ്മയോട് വന്ന് പറഞ്ഞു. അത് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരി മറിയമാണ്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ, മൂസ നബിയുടെ പെങ്ങൾ ഒരു മറിയം. പക്ഷേ നമ്മുടെ മറിയം റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ മറിയം, അവരും മൂസ നബിയും തമ്മിൽ ഒരുപാട് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്, നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. മറിയമേ, നിങ്ങളുടെ ഉപ്പ മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിങ്ങളുടെ ഉപ്പ ഒരു മോശം പ്രവൃത്തി ചെയ്യുന്ന ആളല്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയാ, നിങ്ങളുടെ ഉമ്മയാണെങ്കിലോ വ്യഭിചരിക്കുന്നവളുമല്ലല്ലോ. വ്യഭിചാരം ചെയ്തിരുന്ന പെണ്ണുങ്ങൾക്ക് ബഗിയ് എന്ന് പറയാം. അത് പെണ്ണുങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നു. അതുകൊണ്ടാണ് ബഗിയത്ത് എന്ന് പറയാറില്ല. ബഗിയ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആണിന് പറയുന്ന പ്രയോഗമാണത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗർഭിണിയാവുമ്പോൾ ഹാമിൽ എന്നേ പറയൂ, ഹാമിലത്ത് എന്ന് പറയൂല എന്ന പോലെ ബഗിയ് എന്നേ പറയാം. ബഗിയും മിൻ ബഗായ ബനി ഇസ്രായേൽ. നമ്മളൊരു നായക്ക് വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ ഉണ്ടല്ലോ, അവിടെയും ആ വെള്ളം കുടിപ്പിച്ചത് ബഗിയുൻ മിൻ ബഗായ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ വേശ്യവൃത്തി ചെയ്തിരുന്നൊരു പെണ്ണ്. അതതിനർത്ഥം. അത് കണ്ടാൽ ആണെന്ന് തോന്നിപ്പോകും, പക്ഷെ ആ പ്രയോഗം പെണ്ണിന് പറയുന്ന പ്രയോഗമാണ്. കാരണം അവരായിരുന്നു ഏറ്റവും കൂടുതൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുൻകൈയെടുത്തിരുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ടാണ് അങ്ങനെ പേര് തന്നെ വരാൻ കാരണം. മാഖാനച്ച് ഉമ്മുക്കി, നിങ്ങളുടെ ഉമ്മ, അത് മുഅന്നസാണ്. ബഗിയ സബ്ജക്റ്റും സബ്ജക്റ്റും അതിൻ്റെ അഡ്ജക്റ്റീവും യോജിക്കണം എന്ന് പറയും. ഉമ്മ് ഫെമിനിനാണ്, അപ്പോൾ അതിൻ്റെ വിശേഷണമായ ബഗിയും ഫെമിനിൻ ആവണം. ബഗിയത്ത് എന്ന് പറയണം, പക്ഷെ അവിടെ പറയൂല. മാഖാനത്ത് ഉമ്മുക്കി ബഗിയ, നിങ്ങളുടെ ഉമ്മയും വ്യഭിചരിക്കുന്നവരായിരുന്നില്ലല്ലോ മോളെ. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ഹാറൂൻ്റെ കുടുംബക്കാരിയല്ലേ? നിങ്ങളുടെ ഉമ്മയും വാപ്പയും നല്ലവരല്ലേ? മറിയമേ, നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഫഅശാറത് ഇലൈഹി, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിലേക്ക് കൈ ചൂണ്ടിക്കൊടുത്തു. ഇതാ ഈ കുട്ടിയോട് ചോദിച്ചോളൂ, ഈ കുട്ടിയോട് ചോദിക്കും ഞാൻ എന്തേ തെറ്റ് ചെയ്തതെന്ന്. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ. മറിയമേ, സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത ഫിൽ മഹ്ദി, തൊട്ടിലിൽ കിടക്കുന്ന സബിയ്യൻ, ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? ഇത് ഞങ്ങൾ അപമാനിക്കലല്ലേ? സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്തൊരു കുഞ്ഞിനെ നോക്കിയിട്ട് ഇതാ ചോദിച്ചോളൂ എന്ന് പറയുന്നത്, മറിയമേ, മുതിർന്നവരായി ഞങ്ങളെ നീ പരിഹസിക്കുകയോ? മഹാനായ ഈസ നബി അലൈഹിസ്സലാം കണ്ണു തുറന്നു. ചെറിയ കുട്ടിയാണ്, പല്ല് മുളച്ചിട്ടില്ല, മാസങ്ങളെന്ന് പറയാനായിട്ടില്ല, ജനിച്ച് 2 മാസം ആവുന്നേ ഉള്ളൂ. മഹാനവറുകൾ സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആച്ചാനിയൽ കിതാബ്, അള്ളാഹു എനിക്ക് അവൻ്റെ ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഇഞ്ചീലാണത്. എനിക്ക് അള്ളാഹു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. 2 വജഅലനീ നബിയൻ, അള്ളാഹു എന്നെ പ്രവാചകനാക്കുകയും ചെയ്തു. 40 വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല, ജന്മനാ നബിയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യ വജഅലനീ മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരവും സകാത്തും നിർവഹിക്കണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് ഞാൻ നന്മ ചെയ്യുന്ന മോനായിരിക്കും. വാലിദയ്യ, എൻ്റെ ഉമ്മയും വാപ്പി എന്ന് പറയാൻ വയ്യല്ലോ, വാപ്പല്ലല്ലോ, വാലിദതി. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യുന്ന മോനായിരിക്കും ഞാൻ. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യ, അള്ളാഹു എന്നെ പരാജിതനോ അഹങ്കാരിയോ ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ വുലിത്തു, ഞാൻ ജന്മം കൊണ്ട ദിവസം എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന നാളിലും. വയൗമ ഉബ്അസു ഹയ്യാ, അള്ളാഹു എനിക്ക് പുനർജന്മം നൽകുന്ന നാളിലും എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അത്രയും വാക്ക് ആ കുഞ്ഞു പറഞ്ഞ വാക്കാണ്. എവിടുന്ന്? ഖാല ഇന്നി അബ്ദുല്ലാഹി മുതൽ വയൗമ ഉബ്അസു ഹയ്യാ.
ചോദിച്ചോളൂ ഈ കുട്ടിയോട്. കുട്ടി സംസാരിക്കാൻ തുടങ്ങി. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. ഇതാണ് ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം. ഇതാണ് ഈസ നബിയുടെ ചരിത്രം. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. അവരെ സംശയം പറയുന്ന ചരിത്രത്തിൻ്റെ സത്യമായ വസ്തുത ഇതാണ്. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു. അള്ളാഹുവിനൊരു മകനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന് മകനില്ല. സുബ്ഹാന, അവൻ എത്രയോ പരിശുദ്ധനാണല്ലോ. ഇദാ ഖളാ അംറ, അവൻ അള്ളാഹു അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഇന്നമാ യഖൂലു ലഹു, ആ വസ്തുവിനെ ചൊല്ലി കുൻ, ഉണ്ടാവുക എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയേ വേണ്ടൂ. ഫയകൂൻ, അതതാ ഉണ്ടാകുന്നു. അങ്ങനത്തെ റബ്ബ് എന്തിനാണൊരു മകനെ, ഒരു മനുഷ്യന് മകനുണ്ടാകുന്ന പോലെ ഒരു ഭാര്യയിൽ ആ ഭാര്യയെ ഭർത്താവ് സമീപിച്ചുണ്ടാകുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് മക്കളുണ്ടായി എന്ന് എന്തിനാ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുൻ ഫയകൂൻ, ഇതല്ലേ അള്ളാഹുവിൻ്റെ രീതി. കുൻ, ഉണ്ടാവുക എന്ന് പറയണമെന്നില്ലെന്നാണ്, ഉദ്ദേശിക്കുകയേ വേണ്ടൂ. ആ യഖൂലു എന്ന് പറഞ്ഞാലോട് ഉദ്ദേശം അതുള്ളൂ. വാക്കർത്ഥം നോക്കിയാൽ പറയല്ലേ. ഡിക്ഷണറി ചർത്തൊന്നും പറയുമ്പോൾ അങ്ങനെ വിഷയം വരും. അള്ളാഹു കുൻ എന്ന് പറയണ്ടേന്ന് വരും. ആ കാല യഖൂലു ഞങ്ങൾ കേട്ടത് ഇത്രയും കാലം പറയലല്ല എല്ലായിടത്തും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുക എന്നതിനകത്തുള്ളൂ. ഫഇന്നമാ യഖൂലു ലഹു, അള്ളാഹു ആ വസ്തുവിനെ ചൊല്ലി ഉദ്ദേശിക്കുകയേ വേണ്ടൂ. കുൻ, ഉണ്ടാവുക എന്ന്. ഫയകൂൻ, അതാ ഉണ്ടാകുന്നു. അങ്ങനത്തെ അള്ളാഹുവിന് നിങ്ങൾ എന്തിനാണ് മകനുണ്ട് എന്ന് പറഞ്ഞത്? വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുകും ഫഅബ്ദൂഹു, ആ അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ്. ഫഅബ്ദൂഹു, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഹാദാ സിറാത്തും മുസ്തഖീം, വിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ മാർഗം നേരായ ഋജുവായ വളവില്ലാത്ത മാർഗമാണ് എന്ന് ആ ചരിത്രത്തെ കൺക്ലൂഡ് ചെയ്യാണ് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി തങ്ങളിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ അബ്ദാണ് എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ വചനം അതാണ്. വളരെ ചെറുപ്പത്തിൽ സംസാരിച്ച മക്കൾ വേറെയുണ്ട്. അസ്ഹാബുൽ ഹുദൂദിൻ്റെ കാലഘട്ടത്തിൽ 4 മക്കളുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ചില റിവായത്തുകളിൽ 3 എന്ന് കാണാറുണ്ട്. ഒന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലെ ആ ഒരു കുട്ടി. പിന്നെ ഫറോവയുടെ കാലത്തെ മാഷിത ബിൻത് ഫിർഔൻ്റെ പെൺകുട്ടികൾക്ക് മുടിചീകി കൊടുത്തിരുന്ന ആ മഹദിയുടെ ആ കുഞ്ഞ്. പിന്നെ ഒന്ന് ഉഹ്ദൂദിലേക്ക് കിടങ്ങ് കുഴിച്ചിട്ട്, യമനിൽ കിടങ്ങ് കുഴിച്ചിട്ട് തീ ഇട്ടിട്ട് ആ തീയിലേക്ക് സത്യവിശ്വാസികളോട് ചാടാൻ വേണ്ടി പറഞ്ഞ് ശിക്ഷിച്ച ആ ഒരു ദൂനുവാസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആ ഒരു കാലം. അന്ന് ഒരു കുട്ടി ഇതേപോലെ ഉമ്മയോട് യാ ഉമ്മാ അൻതി അലൽ ഹഖ്, സത്യത്തിലാണ് ഉമ്മ നിങ്ങളുള്ളത്, ചാടിക്കോളുമ്മ, പേടിക്കണ്ട എന്ന് പറഞ്ഞ് പിഞ്ചു കുഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിച്ചത് ഒരു പക്ഷേ അതിൽ പല സംഭവങ്ങളും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മുമ്പ്, അതിൻ്റെ തൊട്ട് ശേഷം, ഉഹ്ദൂദ് ശേഷം നടന്ന സംഭവമാണ്. അസ്ഹാബുൽ ഉഹ്ദൂദിൻ്റെ കാലം. സംസാരിക്കാൻ കഴിവ് നൽകുന്നത് അള്ളാഹു ആണല്ലോ. ചെറിയ ഒരു കുട്ടി അങ്ങനെ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഈ വാട്സപ്പിൽ കാണുന്ന
ഒക്കെ ഒന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്താ ഈ ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടേ മിണ്ടാത്തതിനെ ഏത് പ്ലാസ്റ്റിക്കിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ കാലം. ഒരു ഡബ്ബിങ് കൊടുത്താൽ മതി, ബാക്കിൽ സൗണ്ട് അറിയാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു ഒരു അപകടം. അതാണ് കാണുന്നത് മുഴുവൻ ആ കുഞ്ഞ് ചിലപ്പോൾ കുഞ്ഞാവില്ല സംസാരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും, അല്ലാഹു ആലം. നമുക്കറിയാൻ പറ്റും, നമുക്കൊരു തീർത്തും ഒന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ചെറുപ്രായത്തിൽ സംസാരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലാഹു തആല അങ്ങനെ സംസാരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അലാ മാ യശാഉ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനുമാണ്. അല്ലാഹുവിൻ്റെ അജായിബുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ സത്യസന്ധമായ വിഷയങ്ങൾ നമുക്ക് അറിയുകയാണെങ്കിൽ അതങ്ങനെ തന്നെ മനസ്സിലാക്കാം, നിഷേധിക്കേണ്ട കാര്യമില്ല. അതങ്ങനെയാണെങ്കിൽ നിഷേധിക്കേണ്ട വിഷയമല്ല അത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ മൃഗങ്ങൾ സംസാരിച്ചത് വേറെയും ഒരുപാടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കൂടെ പോയ ആ നായ സംസാരിച്ചു എന്നാണ്. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, സ്വഹീഹായ ഹദീസാണത്. അവരതിനെ എറിഞ്ഞോടിച്ചു. അപ്പോൾ ആ നായ പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്നെ ആട്ടിയോടിക്കരുത്, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്. ആ നായ പറഞ്ഞ വാക്കതാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ എനിക്കിഷ്ടമാണ്. അപ്പോഴാണ് അള്ളാഹു തആല വസാമിനുഹും കെൽബുഹും, അവർ 7 പേരാണ്, 8ാമനായി നായയുണ്ട്. അവരിൽ 8 ആളായി അള്ളാഹ് കണക്കാക്കിയത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. നമ്മൾ ഒരു സദസ്സ്, നമ്മൾ ഈ സദസ്സ് ഇതൊരു ദീനിൻ്റെ ഇൽമിൻ്റെ മജ്ലിസാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നു. ഒരാൾ വന്നത് വെറുതെ വന്നതാണ്, പായസം കുടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ അവിടെ അതിന് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വേറെ റെസ്റ്റോറൻ്റൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഒരാൾ അങ്ങനെ വന്നതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിന് വന്നതായിരിക്കും. പക്ഷേ ആ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും മെജോറിറ്റി വന്നത് അള്ളാഹ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ അള്ളാഹു തആല ഉഷ്ഹിദുക്കും യാ മലായികതി ഇന്നി ഗഫർതു ലഹും, മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഞാൻ ആ വന്ന എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോളാ പടച്ചോനെ ഫീഹിം റജുലുൻ, അതിലൊരാൾ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ വന്നത് സ്വർഗം ചോദിക്കാൻ വന്നതല്ല, അയാൾ വേറെന്തിനോ വന്നതാണ്. ആട്ടെ, ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും, അവരാണ് നല്ലൊരു സമൂഹം. അവരുടെ കൂടെ ഇരുന്നവർക്കും പരാജയം വരൂല, കൂടെ ഇരുന്നവർക്കും പരാജയം വരൂല. അതാണ് ഇൽമിൻ്റെ മജ്ലിസിൻ്റെ പ്രത്യേകത. അപ്പോൾ വലിയ വലിയ ആലിമീങ്ങളൊക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വഅദ് പറയുമ്പോൾ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ സദസ്സിലോ വേദിയിലൊക്കെ ഇരിക്കും. അതിനർത്ഥം അവരറിയാത്തതുകൊണ്ടിരിക്കുക എന്നല്ല, അവർ ഈ പറയുന്ന വഅദ് പറയുന്ന ആളെക്കാൾ എത്രയോ ഇൽമുള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു സദസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരു സദസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ജാഹിലീങ്ങളാണെന്നല്ല അതിനർത്ഥം. അവരൊരുപാട് പഠിച്ച ആലിമീങ്ങളും മുദരിസുമാരും ഖത്തീബുമാരും പ്രഭാഷകന്മാരും ഒക്കെ സദസ്സിലുണ്ടാവും ചിലപ്പോൾ. അത് ആ സദസ്സിലിരുന്നാൽ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അവിടെ ഇരുന്നിട്ട് ആമീൻ പറഞ്ഞാൽ കൂടുള്ളതുകൊണ്ട് ആമീൻ കൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്ന, അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിലൊക്കെ എത്രയോ വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ മുൻഗാമികളിലും അങ്ങനെ ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരിക്കാറുണ്ട്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, മാലിക്കി മദ്ഹബിൻ്റെ ഇമാം, ഈ ഒരു മുതഅല്ലിമ വഅദ് പറയാണ്. ആ മുതഅല്ലിം വഅദ് പറയുന്ന സദസ്സിൽ പോയിരുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, മാലിക് ഇമാമേ, നിങ്ങൾ വലിയ മൂല്യരല്ലേ, ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ലോകത്ത് ഒരാൾക്കും ഫത്വ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ നിങ്ങളിപ്പോൾ ഈ മുതഅല്ലിമിൻ്റെ വഅദ് കേൾക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, മുതഅല്ലിം വഅദ് പറയാൻ വേണ്ടി ജുമുഅ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് പോകും. സുബ്ഹാനല്ലാഹ്. തൂണൊക്കെ പള്ളിക്കുണ്ടെങ്കിൽ കുട്ടി കഴിച്ചില്ലായി, മനുഷ്യന്മാരാണെന്നെങ്കിലും വിചാരിച്ചിട്ട് പറയാം. തുറന്ന പള്ളിക്കുണ്ടെങ്കിൽ ഒരു മഖ്ലൂക്ക് ഇരിക്കൂല. സുബ്ഹാനല്ലാഹ്. അവിടെ ഇരുന്ന് കൊടുക്കണം എന്നാണ്, സമയമുള്ളവർ ഇരുന്ന് കൊടുക്കണം എന്നാണ്. ഒന്നുമില്ല, അതൊരു റാഹത്താണ്. അപ്പോൾ മാലിക് ഇമാം പറഞ്ഞു, ഇൽമിൻ്റെ മജ്ലിസല്ലേ, അതിരിക്കുന്നത് പുണ്യമല്ലയോ, ഞാൻ അത് കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ടാണ് നായയുടെ വിഷയം വരാൻ കാരണം. അല്ലാഹു തആല നായയെ അവരിൽ 8ാമനാണ് നായ എന്ന് പറഞ്ഞു. അവരുടെ കൂട്ടത്തിലൊരു നായ ഉണ്ടായിരുന്നു എന്നല്ല അല്ലാഹ് പറഞ്ഞത്. സബ്അത്തുൻ വസാമിനുഹും കൽബുഹും, അവർ 7 പേരാ, 8ാമനായ ഒരു നായ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നായ സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബ്ഹാനല്ലാഹ് തതകല്ലമു ബഖറ, പശു സംസാരിക്കുമോ എന്ന് ചോദിച്ചു. ഒരു പശുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ നബി തങ്ങൾ. പശുവിൻ്റെ പുറത്തൊരാൾ കയറി, അപ്പോൾ പശു സംസാരിച്ചു. മാ ലിഹാദാ ഖുലിഖ്തു, എന്നെ പഠിച്ചത് എൻ്റെ പുറത്ത് കയറാനല്ല, ഞാൻ കൃഷിയിൽ നിന്നെ സഹായിക്കും, യാത്ര ചെയ്യാനുള്ള വാഹനമല്ല ഞാൻ. അപ്പോഴേ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വായ് പൊത്തിപ്പിടിച്ച് നബി തങ്ങളുടെ മജ്ലിസിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിൽ മുനാഫിഖീങ്ങളുണ്ട് മദീനയിൽ, അതാ അത്ഭുതം. അവർ ജൂതന്മാരും മുശ്രിക്കീങ്ങളൊക്കെയാണ്, പക്ഷേ പള്ളിക്ക് വരും, നബിൻ്റെ ഒപ്പം ഇരിക്കും. യുദ്ധം ജയിക്കാൻ പോകുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ കൂടെ കൂടും, ഇല്ലെങ്കിൽ ഒരു മുങ്ങും. അങ്ങനത്തെ ഒരു ടീമാണ്. അങ്ങനെ അവർ വായടക്കി പിടിച്ച് സുബ്ഹാനല്ലാഹ് തതകല്ലമു ബഖറ, പശു സംസാരിക്കുന്ന അപ്പോൾ പറയണത് എണീറ്റ് പോവല്ലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ചില ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പല വിഷയങ്ങളുമായി, ഇതിപ്പോൾ കേട്ടിട്ടില്ലല്ലോ, ഇതിപ്പോൾ എന്താ സംഭവം, ഇങ്ങനെ ബടായി തുടങ്ങുകയാണെങ്കിൽ എന്തെല്ലാം ബടായി ഉണ്ടാവും ബാക്കിൽ വരാൻ, പോവല്ലേ.
സുബ്ഹാനല്ലാഹ്, തതകല്ലമു ബഖറ, പശു സംസാരിക്കുന്നു. അത് നബി തങ്ങൾ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ആമൻതു ബിഹി അന വ അബൂബക്കർ വ ഉമർ. ആ പശു സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു, എൻ്റെ അബൂബക്കർ വിശ്വസിച്ചു, എൻ്റെ ഉമർ വിശ്വസിച്ചു. അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. അത് അത്ഭുതം. ഉമർ തങ്ങളും സിദ്ദീഖും സദസ്സിലേ ഇല്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഇത് കേട്ടാൽ അവർ വിശ്വസിക്കും. അവരുടെ ഈമാൻ അത്രയും ശക്തിയാണ്. ഒരു ചെന്നായ സംസാരിച്ചിട്ടുണ്ട്. ഒരു റാഇൽ ഗനം, ആടുകളെ മേച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ആ ആടിനെ പിടിക്കാൻ വേണ്ടി ചെന്നായ വന്നു. ആ ചെന്നായെ പിന്നാലെ ഓടി കല്ലെറിഞ്ഞ് ഓടിച്ചിട്ട് ആടിനെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് ആ ചെന്നായ ദീബ് സംസാരിച്ചു, എനിക്കല്ലാഹു കൊണ്ടുവന്ന ആ ഭക്ഷണത്തിൻ്റെയും എൻ്റെയും ഇടയിൽ നിങ്ങൾ എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഈ ആട്ടിനെ സുബ്ഹാനല്ലാഹ്, എന്താ ഈ മൃഗം എൻ്റെ ഭാഷയിലാണല്ലോ ഈ സംസാരിക്കുന്നത്. അപ്പോഴാണ് ആ ചെന്നായ പറയണത്, എൻ്റെ വർത്താനം കേട്ട് അത്ഭുതപ്പെടുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ഹർറതൈൻ, നബിതങ്ങൾ ആ രണ്ട് മലകളുടെ ഇടയിൽ ഈത്തപ്പനകളുള്ള ആ നാട്ടിൽ യുഹദ്ദിസുന്നാസ ബിമാ ഖദ് സലഫ്, കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും വമാ സയഅതി, വരാൻ പോകുന്ന കാലത്തിൻ്റെയും നബഉദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വർത്തമാനം മദീനയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആടിനെ വെച്ച് നടന്നോ എന്ന് പറഞ്ഞപ്പോഴാ ആടിൻ്റെ കയറക്കെട്ടിട്ട് മദീനത്തേക്ക് ഓടിയത്. അങ്ങനെ നബി തങ്ങളുടെ അടുത്ത് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാനൊരു അത്ഭുതം കണ്ടുവരുന്ന ആളാണ്. എന്തേന്ന് ചോദിച്ചു. മരുഭൂമിയിൽ വെച്ചൊരു ചെന്നായ എന്നോട് സംസാരിച്ചു. ഇങ്ങനെ ഒരാൾ ഇവിടെ മദീനത്തുണ്ട്, ചെന്ന് പോയി പഠിക്കണോ? നീ ആടിനെയും വെച്ച് നടക്കുകയാണോ? കാലം കഴിക്കുകയാണോ? അങ്ങനെ വന്നതാ നബിയെ. അപ്പം നബി ഞങ്ങൾ സ്വഹാബികളൊക്കെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, സ്വഹാബികളെ, ഇദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയാൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഖിയാമത്ത് നാൾ അടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു മനുഷ്യൻ്റെ ചെരുപ്പിൻ്റെ വാറ് അവനോട് സംസാരിക്കുകയും വന്യമൃഗങ്ങൾ മനുഷ്യനോട് നേർക്കുനേരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സംഭവങ്ങളൊക്കെ മൃഗങ്ങൾ സംസാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മനുഷ്യൻ്റെ സംസാരത്തിൽ ഒരു അനൗചിത്യവുമില്ല. അതാണിപ്പോൾ റഷീദ് സാഹിബ് പറയണത് അല്ലേ? മാഷാ അല്ലാഹ്. കാരണം മൃഗങ്ങൾക്ക് തന്നെ സംസാരിക്കേണ്ട വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ ചെറിയ കുഞ്ഞുങ്ങൾ. അതാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിൻ്റെ കഥ അതാണ്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പരിസരത്താണ് സംഭവം നടക്കുന്നത്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ആബിദാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളാണ്. ഇബാദത്ത് കൊണ്ട് ഉമ്മാക്കും വാപ്പാക്കും സേവനം ചെയ്യാൻ സമയം കിട്ടിയില്ല. ഉമ്മാനും വാപ്പാനും നോക്കാൻ നേരം കിട്ടിയില്ല. ഇബാദത്തിൻ്റെ തിരക്കുകൊണ്ട് ഉമ്മ കാണാൻ വേണ്ടി വന്നു, മോനെ അപ്പം നിസ്കാരം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, നിനക്ക് ഞാൻ ഇപ്പോൾ നിസ്കാരം നിലനിർത്തണോ അല്ലെ ഉമ്മാക്ക് ഉത്തരം കൊടുക്കണോ? മനസ്സ് പറഞ്ഞു നിസ്കാരം കഴിയട്ടെ. അപ്പോൾ ഉമ്മ നിന്ന് കാല് കടഞ്ഞ് ഉമ്മ പോയി. രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം ഉമ്മ ഒരു ദുആയിരുന്നു പോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവേ, എൻ്റെ ഈ മോനെ ഒരു മൂമിസ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണിയായ പെണ്ണ്, അവളെ കൊണ്ട് പരീക്ഷിക്കാതെ നീ ദുന്യാവെന്ന് വിടരുത് പടച്ചോനെ എന്ന് പറഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. ആ പറഞ്ഞ പോലെ സംഭവിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ആരോപണമുണ്ടായി. ഒരു ആട്ടിടയനമായ ഒരു പെണ്ണ് ഗർഭം ധരിച്ചു. ആ പെണ്ണ് പറഞ്ഞു, ഈ എൻ്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിൻ്റെ പിതാവ് ജുറൈജാൻ റളിയല്ലാഹു അൻഹു. ജുറൈജ് എന്നവർ മലയിലാണ്. അദ്ദേഹത്തിൻ്റെ സൗമഅ, അദ്ദേഹത്തിൻ്റെ ആരാധനക്കുണ്ടാക്കിയിരുന്ന ചെറിയൊരു കൂടാരമുണ്ട്. അതൊക്കെ നാട്ടുകാർ വന്ന് അടിച്ചു പൊളിച്ചു. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ അങ്ങനെയുള്ള കാര്യം അറിയാതെ അവർ നശിപ്പിച്ചു കളഞ്ഞു. മഹാനായ ജുറൈജ് എന്നവരെ പ്രഹരിച്ചു. ജുറൈജ് എന്നവരൊന്നും മറുപടി പറഞ്ഞില്ല. അവളെവിടെയെന്ന് ആരോപണം ഉന്നയിച്ച അവളെവിടെയെന്നാണ്. അവളവിടെ ഉണ്ട്, അവൾ പ്രസവിക്കാനുണ്ട്. ആ പ്രസവിച്ച കുഞ്ഞിനൊന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു തെളിവ് കാട്ടി കൊടുക്കാമല്ലോ. അങ്ങനെ തെളിവുമായി വന്നതാണ്. ആ കുഞ്ഞിൻ്റെ വയറ്റത്ത് കുത്തിയിട്ട്, മന്നബൂക്ക്, നിൻ്റെ വാപ്പ ആരടോ? ഫുലാനു റാഇ, ആടുമേക്കാൻ വരുന്ന ഇന്നൊരുത്തനാണ്, പേര് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കാലുക്ക വീണു. മഹാനവറുകളോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ ഒരു കൂടാരം ഉണ്ടാക്കി തരട്ടെ ആ പൊളിച്ചീന് പകരം. ഇത് വളരെ സ്വഹീഹ് ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ള ഹദീസാണെന്ന് എൻ്റെ ഓർമ്മ. വളരെ പ്രബലമായ ഹദീസാണിത്. അപ്പോൾ ഉണ്ടാക്കി തരട്ടെ. വേണ്ട, അതൊന്നും വേണ്ട, എനിക്ക് ആ പഴയ പോലത്തെ എൻ്റെ വീടെന്നെ മതി, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട. അപ്പം അന്ന് ഉമ്മ ദുആയിരുന്നതാണ് ആ വിഷയം. ഉമ്മയെ വേദനിപ്പിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു അനുഭവമാണത്. അത് ജുറൈജ് തങ്ങൾ ആ കുഞ്ഞിന് എൻ്റെ വയറ്റത്ത് കുത്തിയിട്ട് പറയുമോനെ, ആരാ നിൻ്റെ വാപ്പാന്ന്? ചെറിയ കുഞ്ഞാണ്, സംസാരിച്ചു. കുഞ്ഞ് പറഞ്ഞു. അപ്പം അങ്ങനത്തെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വിശ്വസിക്കുകയും ഫറോവയുടെ കൊട്ടാരത്തിൽ ഫറോവയുടെ മക്കൾക്ക് മുടിവാർന്നു കൊടുക്കുകയും ചെയ്തിരുന്ന മാഷിത്വ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അറിഞ്ഞു. നബി തങ്ങൾ സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ വലിയൊരു സുഗന്ധമടിച്ച് വീശുന്നുണ്ട്. എന്താണ് ഈ സുഗന്ധമെന്ന് ചോദിച്ചു. അവരെ പറഞ്ഞു, നബിയെ, ഇത് ഹാദിഹി റായിഹത്തു മാഷിത ബിൻത് ഫിർഔൻ, ഫിർഔനിൻ്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന പെണ്ണില്ലേ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഭാഗമാണിത്, അതാണ് ഈ സുഗന്ധം എന്ന് പറഞ്ഞു. അപ്പോൾ മുതിർന്ന 4 മക്കളെയെങ്ങാനും തിളച്ച വെളിച്ചെണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞൊരു ഉമ്മയെ വേദനിപ്പിച്ചപ്പോൾ, നമ്മൾ ഈ റോഹിംഗ്യക്കാരൊക്കെ ചെയ്യുന്ന അവിടുത്തെ റോഹിംഗ്യ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന കടുത്ത ക്രൂരതകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ ഓടിമറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതിൻ്റെയൊക്കെ ആവർത്തനങ്ങളാണോ റബ്ബേ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? തിളച്ച അവിടെയൊക്കെ തീയിലേക്ക് കുട്ടികളൊക്കെ വലിച്ചെറിഞ്ഞിട്ടും കൊച്ചുമക്കളെ അങ്ങേറ്റത്തെ ക്രൂരത ചെയ്യുന്നതും കാണുമ്പോഴേ ഈമാനിനോട് ദേഷ്യ വെറുപ്പുള്ള ആളുകൾക്ക് ഭ്രാന്തായിരിക്കുന്ന ഒരു ഭ്രാന്തിലാണ് അവർ ചെയ്യുക. കാരണം പിശാച്ചാണ് തലയിൽ കയറുന്നത്. അവരോട് ഒരു ഉപദ്രവം ചെയ്തതിൻ്റെ പേരല്ല, പിശാച്ചിന് ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഇഷ്ടമല്ല, അതിൻ്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. മാഷിത ബീവിയുടെ 1ാമത്തെ കുഞ്ഞിനെ എറിഞ്ഞു. ബീവിയോട് നീ പിന്മാറുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പിന്മാറൂല. 2ാമത്തെ കുഞ്ഞിനെയും 3ാമത്തേതിന് 4ാമത്തേതിനെ എറിഞ്ഞു. അവസാനം ഒരു ചെറിയ കുഞ്ഞാണ് ആ ചെറിയ പൈതലിനെ എറിയൂല എന്ന് വിചാരിച്ചു ഫിർഔൻ. നിനക്ക് ജീവൻ വേണോ അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനെ ഞാനിപ്പോൾ ഈ വെള്ളത്തിലേക്ക് എണ്ണയിലേക്ക് എറിയുന്നു. അപ്പോൾ കുഞ്ഞിനെ, റബ്ബേ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ കൈക്കുഞ്ഞിനെ ഞാൻ എങ്ങനെ റബ്ബേ എനിക്ക് കഴിയും? എന്താ റബ്ബേ ഈ പരീക്ഷണം? വയ്യാ ഉമ്മാ അൻസി അലൽ ഹഖ്. ആ കുഞ്ഞിനെയും പിടിച്ചിട്ട് ചാടുകയാണ്. കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഉമ്മ വെള്ളത്തിലേക്ക്, ആ തിളച്ച എണ്ണയിലേക്ക് ചാടുക. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഫിർഔനോടൊരു അപേക്ഷയുണ്ട്, എൻ്റെയും എൻ്റെ മക്കളുടെ എല്ലുകൾ ഇങ്ങനെ മേലേക്ക് പൊന്തി വന്നു എന്നാണ്. ചെറിയ മക്കളല്ല, ആ എല്ലുകളും എൻ്റെയും എല്ലുകൾ വരുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചൊരു ഖബറിൽ മറവ് ചെയ്യണം, അതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ പിടിച്ചേക്കും. ഉമ്മ അൻസി അലൽ ഹഖ്, പേടിക്കേണ്ട ഉമ്മ, നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ്, ഞാനും നിങ്ങളും സത്യത്തിൻ്റെ മാർഗത്തിലാണ് ഉമ്മ, ചാടിക്കോളൂന്ന് ആ കുഞ്ഞ് സംസാരിച്ചതിൽ പിന്നെ ചാടിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ അത്ഭുതകരമായ സംഭവങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പും ഈസ നബിക്ക് ശേഷവും. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇവിടെ സംസാരിക്കുകയാണ്. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സുബിയ്യാ, എങ്ങനെയാണ് മറിയമേ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ സംസാരിക്കുക? ഞങ്ങൾ മുതിർന്നവരല്ലേ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ആദ്യത്തെ മറുപടി അതാണ്. ഞാൻ അള്ളാഹിൻ്റെ മോനാണെന്നോ അള്ളയാണെന്നോ പറയല്ലേ, ഞാൻ അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്, ഞാൻ അള്ളാഹിൻ്റെ ദാസനാണ്. അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടികളില്ലേ, അതിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ് ഞാൻ. ആചാനിയൽ കിതാബ്, അള്ളാഹു എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട്, പരിശുദ്ധമായ ഇഞ്ചീൽ നൽകിയിട്ടുണ്ട്. ഇഞ്ചീൽ ഈ 4 ഗ്രന്ഥങ്ങളിൽ സബൂർ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ബാക്കി 3 ഗ്രന്ഥം, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സബൂർ എവിടെ ഇറങ്ങിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ തൗറാത്ത് പർവ്വത മുകളിലാണ്, ഇഞ്ചീൽ പർവ്വതത്തിൻ്റെ മുകളിലാണ്, ഖുർആനും പർവ്വത മുകളിലാണ്. ഇതെല്ലാം ഭൂമിയിലെ ഏറ്റവും എലവേറ്റഡായ സ്ഥലത്താണ് അള്ളാഹു കൊടുക്കുന്നത്, താഴേക്ക് ഇറങ്ങിയിട്ടല്ല. അതിൻ്റെ അള്ളാഹു ചാല ഇതിൻ്റെ ഗ്രേറ്റ്നെസ് ഫിസിക്കലി മനസ്സിലാക്കി കൊടുക്കാനാവണം പർവ്വത മുകളിലേക്ക് തിരഞ്ഞെടുത്തതെന്ന്. ഭൂമിയിലേക്ക് ഇറങ്ങിയവരല്ല, ഭൂമിയിൽ നിന്ന് ഒരൽപ്പം മേലോട്ട് കയറി ചെന്നിട്ടാണ് അള്ളാഹു ചാല കൊടുക്കുന്നത്. ഇപ്പോൾ ഹിറാഗുഹ തന്നെ, ഹിറാഗുഹയിൽ കയറിയവരൊന്ന് കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒന്നും ഉണ്ടായിട്ടില്ല, എന്തല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിട്ടി നിന്ന സ്ഥലമാണ്. തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ മിനിമം ആധാറുകളിൽ അതൊക്കെ ഉള്ളൂ. പിന്നെ തങ്ങളങ്ങോട്ട് കയറിയിട്ടില്ലല്ലോ നബുവത്ത് കിട്ടിയതിനു ശേഷം. തങ്ങളുടെ ഡ്യൂട്ടി എന്തായിരുന്നു, എന്താണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത്? തങ്ങളുടെ ദഅവത്തിൻ്റെ പ്രയാസങ്ങൾ തങ്ങൾക്ക് അതായിരുന്നോ സമയം, തങ്ങളുടെ കാലഘട്ടം അതായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെയും ആ കാലഘട്ടം അത്രയും പരീക്ഷണങ്ങളും യുദ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ളൊരു കാലമല്ലേ. റിലാക്സ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊക്കെ പോകുന്നത് എത്ര റിലാക്സ്ഡ് ആയിട്ടാണ്. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്മാർ ടൂറിന് പോകും, യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭീതിതമായൊരു സാഹചര്യത്തിൽ നമ്മൾ റിലാക്സേഷൻ എവിടേക്കും പോകാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് അത് അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്നത് കാണാൻ കഴിയും. നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമല്ല അത്. പക്ഷെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം, എത്ര കഷ്ടപ്പെട്ടിട്ട് വേണം ഹിറായിലേക്ക്, ഏറ്റവും മേലെ എത്തിയിട്ട് ആ ഹിറായിലേക്ക് കയറാൻ പോകുന്ന സ്ഥലം പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരാൾക്ക് ശരിക്കും കടക്കാൻ കഴിയില്ല.
വളരെ അത്ഭുതപ്പെടുത്തിയത് അതല്ലേ, ഇന്നും ആ കിടക്കുന്ന ഹിറയുടെ മേലുള്ള ആ പാറ, അതിൻ്റെ സൈഡ് ഭിത്തി, നേരെ മൗണ്ടൻ ക്ലിഫ് എന്നൊക്കെ പറയാവുന്ന നേരെ ഏറ്റവും മുകളിലെ എഡ്ജിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടഭാഗം ഒരു ചെറിയ ഇരുന്നാൽ സുജൂദ് ചെയ്ത് അത്തഹിയാത്തിലൊരു മനുഷ്യൻ ഇരുന്നാൽ ആ മലയുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കിയാൽ ഇന്ന് ക്ലോക്ക് ടവർ കാണും, പഴയ കാലത്താണെങ്കിൽ കഅബ കാണും. അത്രയും വലിയൊരു പ്രൈം ലൊക്കേഷനിലാണ് ആ കിടക്കുന്നത്. അതാണ് വലിയ അത്ഭുതം. അവിടുന്ന് ഇപ്പോഴും നോക്കിയാൽ കഅബ കാണാൻ കഴിയുന്ന അവസ്ഥയിൽ. കഅബ ബിൽഡിങ്ങിൻ്റെ മറവുണ്ട്, പക്ഷേ മസ്ജിദുൽ ഹറാം കാണാൻ കഴിയും. അതിൻ്റെ ഇപ്പുറത്ത് മലകളുണ്ട്, ഈ സൈഡിൽ മലകളുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേകമായ ഗുഹയുടെ ആ ഒരു പൊസിഷൻ വല്ലാത്തൊരു അത്ഭുതമുള്ള പൊസിഷനാണ്. നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്നും കഅബ നോക്കി നിന്നുകൊണ്ടുള്ള പുണ്യം കിട്ടുമായിരുന്നു. തങ്ങൾ കഅബയെ കണ്ടുകൊണ്ടിട്ടാണ് അവിടെ മെഡിറ്റേഷനിലിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും നമുക്കവിടെ ഇരുന്ന് അത് കാണാൻ കഴിയും. ആ ഗുഹയിലേക്ക് അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് ഇഞ്ചീൽ നൽകപ്പെടുന്നത് സാഈർ മലയിലാണ്. സാഈർ മലയിലാണ്. നമ്മൾ ഫലസ്തീനിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, അരസ് കണ്ടിട്ടുണ്ടെന്നല്ല, സാഈർ, ജബൽ സാഈർ നമ്മൾ ബോർഡ് കണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഖലീലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ മസ്ജിദുൽ അഖ്സയിലേക്ക് വരുന്ന ഭാഗത്ത് ജബൽ സാഈർ, അതാണ് സേരി എന്ന് മലയാളത്തിലൊക്കെ പറയുന്ന സേരി മല. ക്രിസ്ത്യാനികളൊക്കെ ഒരുപാട് ആളുകൾ മസ്ജിദുൽ അഖ്സ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞു പോകുന്നതിൽ ഒരുപാട് മലയാളികളായ ക്രിസ്ത്യാനികൾ മസ്ജിദുൽ അഖ്സയല്ല, അവർ ബത്ലഹേമും നാറ്റിവിറ്റി ചർച്ചും ഒക്കെ കാണാനാണ് പോകുന്നത്. എന്നാലും അവരൊക്കെ സേരി മല സന്ദർശിക്കും. സേരി പർവ്വതം എന്ന സാഈർ എന്നാണ് അതിന് അറബിയിൽ പറയാം. ജബൽ സാഈർ ഇന്നും അവിടെ ഉണ്ട്. അവിടെയാണ് ഈസ നബി അലൈഹിസ്സലാമിൻ്റെ കിതാബ് നൽകപ്പെട്ട സ്ഥലം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെത് സീനാ പർവ്വതമുള്ള നമ്മുടെ സീനാ ഡെസേർട്ടിൽ, സീനാ മരുഭൂമിയിലെ ആ സെയിൻറ്റ് കാതറിൻ ചർച്ചിൻ്റെ ആ സ്ഥലത്ത് നിൽക്കുന്ന പരിശുദ്ധമായ മലയിൽ, പർവ്വതത്തിൻ്റെ മുകളിൽ ഈസാ നബി അലൈഹിസ്സലാമിനും മൂസ നബിക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇത് മൂന്നും അഹ്കാമുകളുള്ള ഗ്രന്ഥമാണ്, നിയമങ്ങളുള്ള ഗ്രന്ഥമാണ് ഈ മൂന്ന് കിതാബും. അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കിതാബുകളെ സംബന്ധിച്ച് ഇഞ്ചീലിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കിതാബ് സബൂർ നിയമങ്ങളല്ല. സബൂർ എന്നത് സങ്കീർത്തന പുസ്തകം എന്നാ മലയാളത്തിൽ പറയാം. ഗോസ്പൽ ഓഫ് ഡേവിഡ് എന്ന് പറയും, സാംസ് ഓഫ് ഡേവിഡ് എന്നും പറയും. സാംസ്, PSALMS അതതിൻ്റെ സ്പെല്ലിങ്, സാംസ് ഓഫ് ഡേവിഡ്. അത് പി കൊണ്ടാണ് തുടങ്ങുക, പി സൈലൻ്റാണ്. PSALMS അതാണ് സാംസ്, സാംസ് ഓഫ് ഡേവിഡ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സബൂർ എന്നതിനർത്ഥം. അത് കാവ്യമാണ്. നമ്മൾ ബുർദബൈത്തൊക്കെ ചൊല്ലൂലേ, അങ്ങനെ ബൈത്ത് ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ മദ്ഹ് മാത്രമാണ് സബൂർ ഗ്രന്ഥം. ദാവൂദ് നബി അലൈഹിസ്സലാം അത് ചെറിയൊരു ഗ്രന്ഥമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി ആ കുതിരയെ ഒന്ന് റെഡിയാക്കണമെന്ന് പരിചാരകരോട് പറയും. കുതിരയെ ഒന്ന് പാർക്കിംഗ് എന്നൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവന്നതിൻ്റെ ജീനിയൊക്കെ റെഡിയാക്കി കുതിരയെ ഒന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് ദാവൂദ് നബി സബൂർ മുഴുവനും ഓതി തീർക്കുമായിരുന്നു എന്നാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പം നിയമങ്ങൾ ഇറക്കപ്പെട്ട ഗ്രന്ഥമല്ല, നിയമമുണ്ടായിട്ടില്ല സബൂറിൽ. സബൂർ വിശ്വസിക്കുന്ന ആളുകൾ നിയമം തൗറാത്താണ്. പക്ഷേ തൗറാത്തിന് ശേഷം വന്ന നിയമമാറ്റം വന്നത് ഒന്ന് ഇഞ്ചീലിലാണ്, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ. അതിനെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനുൽ കരീം ഇറങ്ങുന്നത്. അത് ആ മൂന്ന് ഗ്രന്ഥത്തെയും അള്ളാഹു സബൂറിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കണ്ടില്ല. പക്ഷേ ബാക്കി മൂന്ന് ഗ്രന്ഥങ്ങളും അള്ളാഹു മലമുകളിൽ വെച്ചാണ് നൽകുന്നത്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം സംസാരിക്കുന്ന വാക്കുകളിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഉടനെ പറഞ്ഞു ആസാനിയൽ കിതാബ്, അള്ളാഹു എനിക്കൊരു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. قال إني عبد الله آتاني الكتاب وجعلني نبيا, അള്ളാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും ബറക്കത്തുള്ളവനാണ്. ചില ആളുകളുടെ സാമീപ്യം കൊണ്ട് ചില രോഗികൾക്ക് ശിഫ ഉണ്ടാവും. ചില ആളുകൾ കടന്നു വന്നാൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ബറക്കത്താണത്. അങ്ങനെ സംഭവം അത് വലിയൊരു അത്ഭുതമാണ്. ചില അമ്മായിമ്മ പോരലോലൊക്കെ പറയും, ഓളെ കെട്ടിക്കൊണ്ടതിന് ശേഷം ഇവിടെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ചിലരെ പറ്റി അങ്ങനെയും പറയും, അവൾ കാല് ചവിട്ടിൻ്റെ ശേഷം ഈ പെരയിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ബറക്കത്തിൻ്റെ വിഷയം ശരിയാണ്, ബറക്കത്തുണ്ടാവും. ഉള്ളതിൽ അള്ളാഹു ചാല ഒരു വിശാലത നൽകുകയും ഒരു ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയില്ലേ.
ഈസ നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ മറിയം ബീവിയുടെ ആ പ്രസവം നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. മറിയം ബീവി പ്രസവിച്ചു കഴിഞ്ഞ സമയം ചുറ്റുഭാഗത്തും വലിയ വെളിച്ചമായിരുന്നു, വലിയ വെളിച്ചമുണ്ടായിരുന്നു. ലോകത്ത് എല്ലാവിധ ബിംബങ്ങളും തലകുത്തി വീണ സംഭവം നമ്മുടെ നബി തങ്ങളുടെ മുമ്പ് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജന്മത്തിലാണ് സംഭവിച്ചത്. പിശാചുക്കൾ മുഴുവനും പിന്തിരിഞ്ഞോടുകയാണ്. ഓരോരുത്തരും എന്താ സംഭവിച്ചത് എന്നറിയാതെ ബിംബങ്ങൾ മുഴുവൻ തലകുത്തി വീണു. നമ്മുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജന്മം കഴിഞ്ഞ് 500 കൊല്ലം കഴിഞ്ഞ് നബി തങ്ങൾ ജനിച്ചപ്പോഴും ഇതേ സംഭവം ആവർത്തിച്ചു. അങ്ങനെ ഇബ്ലീസുൽ ലഈനാണ്, പിശാചുക്കളുടെ നേതാവാണ് പറഞ്ഞു കൊടുക്കുന്നത്, അതേ അവിടെ ഫലസ്തീനിൽ ഇതാ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഈസ ഇബ്നു മറിയം. ആ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ കാരണം. അന്നൊരു വലിയ നക്ഷത്രം ഉദിച്ചിരുന്നു എന്നാണ്. വളരെ സ്വഹീഹായ സംഭവമാണ്. വഹബ് ഇബ്നു മുനബ്ബിഹ് തങ്ങളിൽ നിന്ന് മഹാനായ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായൊരു സംഭവം, നീണ്ട ഒരു ചരിത്രം തന്നെ ഇവിടെ ഉണ്ട്. നജ്മുൻ അദീമുൻ ഫിസ്സമാ ളഹറ നജ്മുൻ അദീ, ആകാശലോകത്ത് വലിയ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. അത് ചന്ദ്രനല്ല, പക്ഷേ ഒരു വലിയ നക്ഷത്രം. പേർഷ്യയുടെ രാജാവ് പറഞ്ഞു, ഇതെന്താണ് വലിയൊരു മഹാത്ഭുതം സംഭവിച്ചിട്ടുള്ളത്, ഇതിൻ്റെ പൊരുളെന്താണ്? അവിടുത്തെ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു, ഒരു അത്യപൂർവമായ ജന്മം ഇവിടെ നടന്നിട്ടുണ്ട്. എവിടെയാണത്? ഫലസ്തീനിലാണ്, ബത്ലഹേമിലാണ്, ബൈത്തുൽ ലഹ്മിലാണ്. ബത്ലഹേമിലേക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയക്കാണ് രാജാവ്. അങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുണ്യമാണ്. അതുകൊണ്ട് ഒരുപാട് സ്വർണവും വെള്ളിയും ആഭരണങ്ങളും മറിയം ബീവിക്ക്, ആ ഉമ്മാക്ക് സമ്മാനിക്കാൻ പേർഷ്യൻ രാജാവ് ഒരു സംഘത്തെ പറഞ്ഞയക്കുന്നു. അവർ ഷാം വഴിയാണ് കടന്നു പോകേണ്ടത്. കാരണം പേർഷ്യ മേൽഭാഗത്താണ് ഇറാൻ കിടക്കുന്നത്. ഇറാനിൽ നിന്ന് കടന്നാൽ പിന്നെ ഷാമാണ്. ജോർഡാൻ, ലെബനാൻ കിടക്കുന്ന ഭാഗം ഷാമാണ്. അന്നത്തെ സിറിയ, ഇന്നത്തെ സിറിയ അല്ല. ആ ഷാമിലെ രാജാവിനോട് അവരെ വഴി അന്വേഷിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫലസ്തീനിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കറിയില്ല എവിടെയാണെന്ന്, ഒരു അത്യപൂർവമായൊരു ജന്മം നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ കൊട്ടാരത്തിലെ സാഹിര്യങ്ങളും കാഹിനിയങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. അപ്പോൾ ക്രിസ്ത്യൻ രാജാവ്, ക്രിസ്ത്യാനിയല്ല, അവിടുത്തെ ഷാമിൻ്റെ രാജാവ്, അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് അവരുടെ ജൂത രാഷ്ട്രവും ജൂത മേൽക്കോയ്മയും നഷ്ടപ്പെടുത്തുന്ന പേടിയിൽ ആ കുട്ടിയെ വധിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടൊരു സംഘം ആളുകളെ കൂടെ പറഞ്ഞയച്ചു. ഇതാ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട് കേട്ടോ, ഇവരുടെ കൂടെ പൊയ്ക്കോളൂ. അങ്ങനെ അവർ ഷാമിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വരുന്നത് പേർഷ്യക്കാർ, കൂടെ അകമ്പടിയായി ഷാമിൽ നിന്ന് കുറച്ചാളുകൾ ഫലസ്തീനിലേക്കും. അങ്ങനെ അവർ മറിയം ബീവിക്ക് ഇതെല്ലാം സമ്മാനിച്ചു. മറിയം റളിയല്ലാഹു തആല അൻഹയെ അവർ ആദരിച്ചു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവർ പറഞ്ഞു, മറിയമേ, ഞങ്ങളുടെ കൂടെ വന്ന ആളുകൾ ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു പ്ലാനുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് മറിയം ബീവിയെ കുഞ്ഞിനെയും എടുത്ത് ദീർഘമായൊരു യാത്ര ചെയ്തത്. മറിയം റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട്, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് നാട് വിട്ടിട്ടുണ്ട്. വിട്ടത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിൽ 16 കൊല്ലം ഈസ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് പാർപ്പിച്ചതിൻ്റെ ശേഷമാണ്, അപ്പോഴേക്കും ഈസ നബി അലൈഹിസ്സലാമിന് മുഅ്ജിസത്തുകൾ കണ്ടു തുടങ്ങിയിരുന്നു. 16 കൊല്ലം ഈജിപ്തിലാണ് മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട്. അവിടെ നിന്ന് ഒരുപാട് മുഅ്ജിസത്തുകൾ കാണാൻ തുടങ്ങി, ഒരുപാട് മുഅ്ജിസത്തുകൾ. അവർക്ക് താമസിക്കാനുള്ള ഒരു വീട് കൊടുത്തിരുന്ന ദഹ്ഖാൻ, അവിടുത്തെ നാട്ടുരാജാവ് എന്ന് പറയാം, അവിടുത്തെ ആ ഗ്രാമത്തിൻ്റെ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നത്. ആ സമയം അവിടെ ഒരു മോഷണം നടന്നു. ആരാണ് മോഷ്ടിച്ചതെന്ന് ആർക്കും അറിയില്ല. ഒരു സാധനം കളവ് പോയി. അവിടെ താമസിക്കുന്നതാണെങ്കിലോ ഫക്കീറന്മാരും മിസ്കീന്മാരുമാണ്. ഫക്കീർമാരും മിസ്കീന്മാരും ഒരു മുതലാളിയുടെ വീട്ടിൽ ഫ്രീ ആയി താമസിക്കുമ്പോൾ ആ മുതലാളിയുടെ ഒരു സാധനം പോയി മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ എന്ന് എല്ലാവരും സംശയിച്ചു. ആരായിരിക്കും പിന്നെ മോഷ്ടിച്ചിട്ടുണ്ടാവുക? മോഷ്ടിച്ച ആളെ പിടുത്തം കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈസ നബി അലൈഹിസ്സലാം 16 വയസ്സുള്ള മോനാണ്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം അവിടേക്ക് വന്നു. അവിടെ ഇരിക്കുന്ന ഒരു കണ്ണ് കാണാത്ത ആളോട്, അദ്ദേഹത്തോട് കണ്ണ് കാണാത്ത ഒരാളുണ്ട്, പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത 2 കാലും കുഴഞ്ഞ മുഖഅദ് ആയ ഒരാളുണ്ട്, 2 കാലും പാരലൈസായി പോയ ഒരാളുണ്ട്. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു കണ്ണാണത്തോട്, ദേ നിങ്ങളുടെ അടുത്തുള്ള ഈ മുഖഅദായ മനുഷ്യനെ, എഴുന്നേൽക്കാൻ പറ്റാത്ത ഇയാളെ നിങ്ങളൊന്ന് തോളിലെടുത്ത് നടന്നേ എന്ന് പറഞ്ഞു. ഞാനെങ്ങനെ, എനിക്ക് അയാളെ പൊങ്ങൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി അയാളെ തോളിൽ വെച്ചിട്ടല്ലേ കൊണ്ടുപോയത് എന്ന്. സുബ്ഹാനല്ലാഹ്. അതറിഞ്ഞതിൻ്റെ പേരിൽ ആ മോഷണം തെളിയുകയുണ്ടായി. അതങ്ങനെ കണ്ണ് കാണാൻ ആൾക്ക് അറിയാമല്ലോ ഇന്ന സ്ഥലത്ത് സാധനം ഉണ്ട്, ഇയാൾക്ക് നടക്കാൻ പറ്റൂല.
അപ്പോൾ കണ്ണ് കാണാത്ത ആളെ കൂടെ പിടിച്ച് ഇന്നെ കൊണ്ടുപോയാൽ മതി, എന്ത് ചെയ്യുക, 50-50 എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായിരുന്നു അത്. മഹാനവറുകൾ അത് നോക്കി കണ്ടുപിടിച്ചു, അവർ മോഷണം തെളിയുകയുണ്ടായി. അതിൻ്റെ പേരിൽ മറിയം ബീവിക്ക് ഒരുപാട് സമ്മാനം കൊടുത്തു. പക്ഷെ അവരാരും സ്വീകരിച്ചില്ല. ഈസ നബി അലൈഹി സ്വലാമിനും മറിയം ബീവിയും വല്ലാതെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈജിപ്തിൽ നിന്ന് തന്നെ. അതിൽ പിന്നെയാണ് അവർ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഈലിയായിലേക്ക്, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഖുദുസ് എന്ന ജെറൂസലേമിൻ്റെ പഴയ പേര് ഈലിയ എന്നാണ്. ഈലിയ അറബികളൊക്കെ പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട്. ഈലിയ നല്ല പേരാണ്, കുഴപ്പമില്ല. ഈലിയ നല്ല രസമുള്ള പേരുമാണ്. അഖ്സായുടെ പഴയ പേരാണത്. മസ്ജിദുൽ അഖ്സ പള്ളിയുടെ അല്ല, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറൂസലേമിൻ്റെ പഴയ പേരാണ് ഈലിയ. നമ്മുടെ ഇസ്രാ മിറാജിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈലിയ എന്ന് പറയാം. ജെറൂസലേം എന്നോ ഖുദ്സ് എന്നോ കാണൂല. ഈലിയായിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയ്ക്ക് കൊണ്ടുപോയി എന്നതിനർത്ഥം. ഈലിയ പഴയ പേരാണ്. ഈലിയായിലേക്ക് അവർ ഈജിപ്തിൽ നിന്ന് തിരിക്കുന്നത് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 16 വയസ്സെങ്ങാനും ഉള്ള സമയത്താണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഈജിപ്തിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങി. ആ ഗ്രാമ നേതാവിൻ്റെ മകൻ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ഏതോ ഒരു അവർ കുഞ്ഞിനെ ശുദ്ധിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സദ്യ കൊടുക്കുമ്പോൾ അന്നവർ മദ്യം വിളമ്പുന്നുണ്ട്. അങ്ങനെ മദ്യം വിളമ്പാൻ വേണ്ടി അതിൻ്റെ കുടത്തിലൊക്കെ നോക്കുമ്പോൾ ഒരൊറ്റൊന്നിലും മദ്യമില്ല. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഴിക്ക് കടന്നു വന്നു. ഈസ നബി അലൈഹി സ്വലാം ആ ജാറുകളുടെ മേൽഭാഗം, അതിൻ്റെ മൂടി നിൽക്കുന്ന ഭാഗം, അതിൻ്റെ തുറന്നു കിടക്കുന്ന ഭാഗം കൈകൊണ്ടിങ്ങനെ തടവിപ്പോയപ്പോൾ ഓരോ ജഗ്ഗിലും നിറയെ പരിശുദ്ധമായ പാനീയം, വീഞ്ഞല്ല, മദ്യമല്ല, പക്ഷെ നല്ല പാനീയം അതിൽ നിറഞ്ഞു വരികയുണ്ടായി. ഈ ഒരു മഹാത്ഭുതം കൂടെ കണ്ടപ്പോൾ ഈജിപ്തിലാകെ മഹാനായ ഈസ നബിക്കും മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്കും നിൽക്കാൻ പറ്റാത്തത്ര ഒരുപാട് ആളുകൾ കൂടുകയുണ്ടായി. ആ സമയത്താണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞവർ ഈലിയായിലേക്ക്, ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. മറിയം റളിയല്ലാഹു തആല അൻഹ മകനെയും കൊണ്ട് തിരിച്ചു നടക്കുകയായിരുന്നു. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ മറഞ്ഞു കിടക്കുന്ന സാധനം കുട്ടികളോട് പറയും, കുട്ടികളെ, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് തിന്നാൻ വെച്ചിട്ടുള്ള ഭക്ഷണം ഞാൻ പറഞ്ഞുതരട്ടെ എന്ന് ചോദിക്കും. പറഞ്ഞുതാ. നിൻ്റെ വീട്ടിൽ ഇന്ന സാധനമുണ്ട്, അതിൻ്റെ ഉമ്മ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിൻ്റെ വീട്ടിൽ ഇന്നതുണ്ട്. അങ്ങനെ കുട്ടികൾ ചോദിച്ചു, ഉമ്മ ആ സമൂസ എവിടെ, ഉമ്മ ആ പഫ്സ് എവിടെ? മോനെ, നിനക്ക് എവിടുന്ന ഇതിൻ്റെ വിവരം? അഖ്ബറനി ഈസ, ഈസ എന്നോട് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കുമ്പോൾ സംഗതി ശരിയാണ്. അപ്പോൾ അയൽവക്കത്തെ എല്ലാ പെണ്ണുങ്ങളും കൂടിയിട്ട് ഈ കുട്ടികളെങ്ങനെ വിട്ടാൽ നമ്മുടെ കുട്ടികളൊക്കെ കേടുവരുമെന്ന് പറഞ്ഞു. ഈസ നബിൻ്റെ കൂടെ വിട്ടാൽ ഇവരൊക്കെ പിടിച്ചിട്ട് റൂമിലാക്കി. മഹാനായ ഈസ നബി അലൈഹിസ്സലാം കളിക്കാൻ കൂട്ടുകാരില്ലാതെ ആ കൊച്ചുപ്രായത്തിൽ കൂട്ടുകാരൊക്കെ എവിടെ എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഉമ്മമാരൊക്കെ കുട്ടികളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും പിടിച്ച് റൂമിലാക്കിയെന്ന്. അപ്പം ഇത് എവിടെ, എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ? ഇത് എൻ്റെ കൂട്ടുകാരല്ല, അവരെ സൗണ്ടല്ലേ ഞാൻ ഈ കേൾക്കുന്നത്. അല്ല, ഹുമുൽ ഖിറദത്തു വൽ ഖനാസീർ, ഇത് കുറച്ച് കുരങ്ങുകളും ഖിൻസീറുകളൊക്കെയാണ്. ജഅലഹല്ലാഹു കദാൽ, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ പിന്നെ മക്കളൊക്കെ കോലം മാറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ച മഹാനായ ഈസ നബി അലൈഹിസ്സലാം. മരിച്ചു കിടക്കുന്ന മയ്യിത്തിനെ എഴുന്നേൽപ്പിച്ചില്ലേ, അതല്ലേ എത്രയും വലിയ വലിയ മുഅ്ജിസത്തുകൾ ചെയ്ത മഹാനാണ്. അതിൻ്റെയൊക്കെ പേരിലാണ് ക്രിസ്ത്യാനികളൊക്കെ ഇത് പടച്ചോൻ തന്നെ ആയിരിക്കണം എന്ന് വിശ്വസിച്ചു പോകുന്നത്. കാരണം ജന്മം കൊടുക്കല്ലേ, മരിച്ച മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഈസ നബി അലൈഹിസ്സലാം അൻസിലൂ, ഒന്ന് താഴെ ഇറക്കിത്തരീൻ. ഉമ്മ ഇങ്ങനെ വാവിട്ട് കരയാണ്. പ്രായമായ ഉമ്മ വല്ലാതെ കരച്ചിലാണ്. എന്തേ ഉമ്മ? എൻ്റെ ആകെ ഒരു മോനാണ് മോനെ, അതല്ല കൊണ്ടുപോയി മോനെ, ചെറുപ്പക്കാരനാണ് മരിച്ചത്. അൻസിലൂ അനഷ്, മയ്യത്ത് കട്ടിൽ താഴെ വെക്കൂ. താഴെ വെച്ചു. മോനെ കൊമ്പ് ഇതിനില്ല, എഴുന്നേൽക്കും മോനെ, അള്ളാഹിൻ്റെ അനുമതി. മോനോട് എഴുന്നേറ്റു. ഈസ നബി കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കിയെന്ന് പറഞ്ഞു. പൊതിഞ്ഞു കൊണ്ടുപോകല്ലേ, കുപ്പായം കൊണ്ടുവന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞാൽ മയ്യത്ത് കട്ടിൽ ഈ എന്നെ കൊണ്ടുപോയിക്കോന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ എഴുന്നേറ്റ മനുഷ്യൻ മയ്യത്ത് കട്ടിൽ തോളിൽ വെച്ച് കൊണ്ടുപോയി. അത്രയും വലിയ ഉഹയിൽ മൗതാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് മഹാനവറുകൾ പറയുകയാണ്. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. ഞാൻ എൻ്റെ ഉമ്മയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന മോനായിരിക്കും. കൊച്ചുകുട്ടിയായി പറയണത്. ബർറം ബിവാലിദതി, തൊട്ടിൽ കിടക്കുകയാണ്, സംസാരിക്കാറായില്ല. ആ സംസാരം കഴിഞ്ഞ് പിന്നെ വളരെ കൂടുതൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈസ നബി സംസാരിക്കാൻ.
16 വയസ്സിൻ്റെ ആ ഒരു 12 മുതൽ മേലോട്ടുള്ള കാലത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം തത്വജ്ഞാനങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ സംസാരിച്ചു, അത് മുഅ്ജിസത്തായിട്ട്. പിന്നീടുള്ള സംഭവങ്ങൾ മുഅ്ജിസത്ത് തന്നെയാണെങ്കിലും ആ കൊച്ചുപ്രായത്തിലെ ഒരുപാട് സംസാരിച്ചിട്ടില്ല. ശത്രുക്കൾക്ക് മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഭാഗമാണിത്. വബർറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യുന്ന മോനാണ് ഞാൻ. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. ഇനി യഹ്യാ നബിയും ഈസാ നബിയും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു തആല വസ്സലാമു അലൈഹി, യഹ്യാ നബിക്ക് സമാധാനമുണ്ടാവട്ടെ, അവർ ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, നാളെ പുനർജന്മം നൽകപ്പെടുന്ന ദിവസം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു മനുഷ്യൻ പ്രതിസന്ധിയിലാകുന്ന 3 നേരമാണത്. ഒന്ന്, നമ്മൾ ജനിക്കുന്ന ആ സമയം, നമ്മുടെ ജന്മം നടക്കുന്ന സമയം. മറ്റൊന്ന്, നമ്മൾ മരിച്ചു പോകുന്ന നേരം. 3, നമ്മുടെ കർമ്മങ്ങൾക്ക് വിധി പറയാൻ നാളെ പുനർജന്മം നൽകപ്പെടുന്ന ദിവസം. ആ നാളിൽ 3 നാളിലും അല്ലാഹുവേ നീ എനിക്ക് സമാധാനം നൽകണേ എന്ന് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ചെറിയ കുട്ടിയാണ്, തൊട്ടിൽ കിടക്കുന്ന പല്ല് പോലും മുളച്ചിട്ടില്ലാത്ത ആ പിഞ്ചു പൈതൽ പറഞ്ഞ വാക്കാണ് വസ്സലാമു അലയ്യ യൗമ വുലിതു, ഞാൻ ജനിച്ച ദിവസം, വയൗമ അമൂതു, ഞാൻ മരണപ്പെടുന്ന ദിവസവും എൻ്റെ മേൽ അല്ലാഹുവേ നിൻ്റെ രക്ഷയുണ്ടാവണേ. വയൗമ ഉബ്അസു ഹയ്യാ, എനിക്ക് നീ പുനർജന്മം നൽകുന്ന നാളിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് മരണസമയത്തും നാളെ പരലോകത്തും കിട്ടുന്ന രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് സക്കറാത്ത് എളുപ്പമാക്കി തരട്ടെ. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്ന് ഒരാൾ സാക്ഷ്യം വഹിക്കുകയും വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും വ അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹും മിൻഹു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. നബി തങ്ങൾ അംഗീകരിച്ച് വിശ്വസിച്ചു. പക്ഷെ നമ്മൾ നമ്മുടെ ഇസ്ലാം പൂർത്തിയാവേണമെങ്കിൽ നമ്മൾ ഈസാ നബിയിലും വിശ്വസിക്കണം. അങ്ങനെയാണ്, ഈസാ നബിയിലും വിശ്വസിക്കണം. അപ്പോഴേ ഒരു മുസ്ലിം ആവുള്ളൂ. ഈസാ നബി എങ്ങനെ വിശ്വസിക്കണം? വ അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ദാസനാണ്, അല്ലാഹയല്ല, അള്ളാഹിൻ്റെ പുത്രനല്ല. വ റസൂലുഹു, അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്, പ്രവാചകനാണ്. വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം, മറിയം ബീവിയുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുക എന്ന റബ്ബിൻ്റെ കുൻ എന്ന പ്രയോഗം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മം നടക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്ത ആ വാക്കാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. വ റൂഹും മിൻഹു, സവിശേഷമായ ഒരു ആത്മാവാണ് മഹാനായ ഈസാ നബി എന്ന് വിശ്വസിച്ചു. വൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. വന്നാർ ഹഖ്, നരകം സത്യമാണ് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അയാൾക്ക് സ്വർഗം ഉണ്ടാവും. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. നരകം തൊടാതെയുള്ള സ്വർഗം അല്ലാഹു തരട്ടെ. ഇവിടെയൊക്കെ പറയുമ്പോഴും അന്തിമമായ സ്വർഗത്തിലേക്കുള്ള മാറ്റം ഇവർക്കുണ്ടാകുന്നതിനർത്ഥം വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തു പോയി നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചില്ല, തൗബ ചെയ്തില്ലെങ്കിൽ ആ കാലം അത്രയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമുക്കിപ്പോൾ ആരൊക്കെ ഇവിടുത്തെ ജയിലിൽ കിടക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നമ്മൾ പറയില്ലേ സ്വർഗത്തെത്തിയാൽ മതി. ആരെങ്കിലും പറയുമോ ഒന്ന് ജയിലിൽ കിടന്നാലും സാരമില്ലെങ്കിൽ നാട്ടിൽ എത്തിയാൽ മതി? അതൊക്കെ അങ്ങേയറ്റം വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അല്ലേ. 4 അടിയും കൂടെ കിട്ടുന്ന ജയിലാണെങ്കിലോ പറയുമോ? പറയില്ല. ഇവിടെയൊക്കെ പിന്നെയും ചിലപ്പോൾ പറഞ്ഞു തരും അല്ലേ, നല്ല സുഖത്തിൽ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന വിഷയം ചോദിക്കുമ്പോൾ അല്ലാഹുവേ നരകം തൊടാതെ സ്വർഗത്തിലെത്തിക്കണേ എന്നാണ് ചോദിക്കേണ്ടത്. നരകത്തിൽ നമ്മളെ കൊണ്ട് കഴിയൂല, സഹിക്കാൻ, നമ്മൾ ചൂട് സഹിക്കാൻ പറ്റും. ഇനിയിപ്പോൾ സമ്മറ വരാൻ പോണത്, നമ്മളെ കൊണ്ടാവില്ല, ഒരു സെക്കൻഡ് പോലും കഴിയില്ല നമുക്ക്. അതുകൊണ്ട് അല്ലാഹു ഒരു നിമിഷം പോലും നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ പെടുത്തിത്തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.